മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. കാരണം ഏറെ പ്രത്യേകമായിട്ട് നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചാണ് ഇന്ന് കർത്താവിൻ്റെ ദിവസം ഈ അൾത്താരയ്ക്ക് ചുറ്റും നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ളൊരു ആരാധനാമതിയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന സന്ദേശം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് കൈമാറിയത്. അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമാതാവ് ഈ ആരാധനയിൽ കണ്ണുനീരോടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും വലിയ വലിയ സാക്ഷികളാക്കി അവരെ മാറ്റിക്കൊണ്ട് അനുദിനം നമ്മൾ ആ സാക്ഷ്യങ്ങൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് ഈശോയോട് നന്ദി പറയാം. ഒപ്പം തന്നെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള, തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെയും ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴി നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഈ അൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ദൈവ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലൊക്കെ കൃപയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരുപാട് മേഖലകളുണ്ട്. അതെല്ലാം വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ആരെല്ലാം ദാഹിച്ച് ഈശോയുടെ അടുത്ത് വരുന്നോ അവർക്കെല്ലാം വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന പോലെ അവരുടെ ഹൃദയത്തിൽ നിന്ന്, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ദാഹത്തോടുകൂടി നമുക്ക് ഈശോയുടെ സന്നിധിയിൽ അണയാം. ഈ മണിക്കൂറിലൊക്കെയും, ആരാധനാ മണിക്കൂറിലൊക്കെയും ഈശോയ്ക്ക് പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവ സ്വരത്തിന് കാതോർക്കുവാൻ നമ്മുടെ അന്തരംഗങ്ങളെ ഒരുക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സൗണ്ട് കൈകാര്യം ചെയ്യുന്ന സഹോദരങ്ങൾ, ഗാന ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മീഡിയയിലായിരിക്കുന്ന സഹോദരങ്ങൾ, മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്ന സഹോദരങ്ങൾ, എല്ലാവരെയും നമുക്ക് ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവികാരുടെ നാഥനെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ജീവിത സാഹചര്യങ്ങളിലേക്ക് ശക്തിയായി നിറയണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ
പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുകയും ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. നാളിതുവരെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ട് എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഇപ്പോൾ അൾത്താറിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേടും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ യേശുവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ വിവിധങ്ങളായ ജീവിത നിയോഗങ്ങളെ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളെ താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധനയുടെ യോഗ്യതയാൽ അത് ഏറ്റെടുത്ത് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക മക്കളെ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി നമ്മുടെ ജീവിതത്തിലെ ഉടമ്പടി എന്താണ് നിർവഹിക്കുന്നത്? അതിൻ്റെ സുപ്രധാനമായ ഉത്തരങ്ങളിൽ ഒന്ന്, ഈ സീറോ ബാലൻസിൽ നിന്ന് ആസ്തി പദ്ധതിയിലേക്ക് പെട്ടെന്ന് നമ്മളെ കൊണ്ടുവരും. ആധ്യാത്മികമായ പല പരിചരണങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് ആധ്യാത്മികമായ ആസ്തി ഭദ്രത ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷേ ഉടമ്പടിയിൽ വരുമ്പോൾ ഇതിൻ്റെ ഫോർമുല പെർഫെക്ഷൻ ആയത് കാരണം ഇത് പെട്ടെന്ന് സുനിശ്ചിതമായിരിക്കും, സമയബന്ധിതമായിരിക്കും.
ഉടമ്പടി സാക്ഷ്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇതൊരു ഭാഗ്യക്കുറി എടുക്കണം പോലെയല്ല. ഇന്ന് വെളുപ്പിന് ഞാൻ വല്ലാത്ത ഒരു കാഴ്ച കണ്ട്. നമ്മുടെ കുവൈറ്റിലെ ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു 3:30 മണിയായി ഞങ്ങൾ വിമാനത്താവളത്തിൽ വന്നപ്പോൾ ആദ്യമേ ഞങ്ങൾ വന്ന് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു മനുഷ്യൻ ലോട്ടറി ടിക്കറ്റും കൊണ്ട് വന്നു. കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര അവസ്ഥയാണ്. ഇതൊരു വലിയ വ്യവസായമായ രീതിയിൽ മാറുന്നു. അത്രയും ദാരിദ്ര്യമായി നമ്മളിപ്പോൾ. ഇക്കോണമി അറിയാവുന്നവർക്കറിയാം. വളരെ ഈ നെല്ലിപ്പല കണ്ടുപോകുന്ന കാലത്താണ് ജനങ്ങൾ ഒരു തൊഴിലും അറിയാൻ പാടില്ലാതെ അവസാനം ഒരു ഭാഗ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് നിസ്സാരമായ അവസ്ഥയല്ല. ഞാൻ ആ കാഴ്ച അവിടെ കണ്ടപ്പോഴെനിക്ക് വിഷമം തോന്നി. നമ്മളിതിനെ എല്ലാത്തിനെ അതിജീവിച്ച് നമ്മുടെ നാട് ഉണർന്നു വരുമെന്ന് നമുക്കറിയാം. നമ്മുടെ നാടിനെ സമർപ്പിച്ചുകൊണ്ട് കൈകളുടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ, ശ്രുതികട്ടെ. യേശുവേ, ഞങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേരളത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ യേശുവേ, ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഉടമ്പടി എടുക്കുമ്പോൾ ചിലർക്ക് എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്നും പറഞ്ഞുകൊണ്ട് സിനിമാക്കാരൻ്റെ കോമഡിയില്ലേ, എങ്ങാനും ബിരിയാണി പഠിക്കുക കൊടുത്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താ പറയണ കാര്യത്തിലേ, ഈ ദിവസങ്ങളിലെ കുവൈറ്റ് ധ്യാനം തന്നെ ആണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഒരു ലേഡിയെ കണ്ടത്. 2 പേരെ കൗൺസിലിംഗ്, രാവിലെ പകൽ കൗൺസിലിംഗും രാത്രി ധ്യാനമായിരുന്നു. രാത്രി 6 മണിക്ക് ധ്യാനം, പകൽ 9 മണി തൊട്ട് വൈകുന്നേരം വരെ കൗൺസിലിംഗ് നടത്തും. ഞാനൊരു 1 മണിയാകുമ്പോൾ അവസാനിപ്പിക്കും. എനിക്ക് ധ്യാനിക്ക് പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത് കാരണം ബിജു മാസ്റ്റർ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എൻ്റെ ടേബിളിൽ വന്ന ഒരു കേസ്, 2 കേസിൽ ഒരു കേസ്, ഒരു മോള് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, അച്ഛാ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? ഈ എൻ്റെ വീട്ടിൽ ബാപ്പ കൂടി ഈശോനെ സ്വീകരിക്കണം. അതിനാണ് അവൾ ധ്യാനം കൂടുന്നത്. കോയമ്പത്തൂരുകാരിയാണ്, രാമനാഥപുരത്തുള്ള സഹോദരിയാണ്. അധികം വയസ്സൊന്നുമില്ല, 10-22 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആൾ ധ്യാനം കൂടുകയാണ്. എന്തിനാണ് ധ്യാനം കൂടുന്നത്? എല്ലാവരും അവർ ഈശോനെ സ്വീകരിച്ച്, ബാപ്പ കൂടി ഈശോനെ സ്വീകരിക്കാൻ വേണ്ടി. അതാണ് അവരുടെ ആസ്തി ഭദ്രത എന്ന് പറയും. അപ്പോൾ അത് അവർ ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാലേ എനിക്ക് ഭയങ്കരമായ ഒരു അഭിമാനം തോന്നി. കാര്യം നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്ന, വേറെ ഒന്നിനും വേണ്ടിയല്ലാതെ, ക്യാഷ് ആൻഡ് കൈൻഡിന് വേണ്ടി അല്ലാതെ നിത്യരക്ഷയ്ക്ക് വേണ്ടി മാത്രം യേശുവിനെ അന്വേഷിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ വേറെ ഒരു ലേഡി വന്ന, അവരുടെ പ്രശ്നം, അവർക്ക് 12 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. 12 കൊല്ലം കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഞാൻ എടുത്ത വായിക്കും ചോദിച്ചു, നിങ്ങൾ ഉടമ്പടി എടുത്തതാണ്? 2019 ഉടമ്പടി എടുത്തതാണ്. ഒരു ഉടമ്പടി എപ്പോഴാണ് നിങ്ങൾ ഉടമ്പടി അവസാനിപ്പിച്ചത്? ആ ഒരു ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പോഴൊക്കെ ഈ ഉറക്കപ്പിച്ച് പോലെ ഇടയ്ക്ക് പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലും അവർ. ഉടമ്പടി എപ്പോഴാണ് അവസാനിപ്പിച്ചതെന്ന് അറിയത്തില്ല അവർക്ക്. ഉറക്കപ്പിച്ച് പോലെ വല്ലപ്പോഴുമൊക്കെ ഈ പ്രത്യക്ഷയുടെ പ്രാർത്ഥന എടുത്തു വെച്ച് ചെല്ലും. അപ്പോൾ അങ്ങനെ ഗതികെട്ട അവസ്ഥയിലേക്ക് അവർ പോവുകയാണ്. ഈ 2 കക്ഷികളെ കണ്ടില്ലേ? 2 കക്ഷികളെ കണ്ടില്ലേ? നിങ്ങളിത് എവിടെയാണ് നിൽക്കണം നോക്കണം. ഈ കൂട്ടത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കണം നോക്കണം. അതായത് ആ രണ്ടാമത് പറയുന്ന ആളില്ലേ,
അവർക്ക് എന്താ സംഭവിച്ചത്? അവർ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ അവർക്ക് മനസ്സിലുണ്ട് ഉടമ്പടി എടുത്തുകൊണ്ടൊന്നും കുട്ടികളുണ്ടാകത്തില്ലെന്ന്. അതാണ് അവർ ഉടമ്പടി ഉടപ്പിയത്. ഉടമ്പടി എടുത്തുകൊണ്ടൊന്നും കുട്ടികളുണ്ടാകാൻ പോണില്ല എന്ന്. അപ്പോൾ അവർക്ക് വിശ്വാസമില്ലാതെ ആരെങ്കിലുമൊക്കെ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേട്ടിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ വല്ലതും ആണെങ്കിലേ നിങ്ങൾ ഇത് കറക്റ്റ് ചെയ്യണം. ഇത് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ അച്ഛനും ജോമളൊക്കെ ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരു സാക്ഷ്യം എടുത്ത് എനിക്ക് തന്നു. അവർ എന്നെ പേരവരുടെ ഡൽഹിയിൽ നിന്ന് ആൻ ജോർജ് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സാക്ഷ്യത്തിൽ അവർക്കിതുപോലെ മക്കളില്ലാത്ത കേസാണ്. പക്ഷേ അവരാദ്യം കണ്ട അടയാളം ഈ ഉടമ്പടിയുടെ ഉപ്പ് ഇട്ടിട്ട് പൂക്കാത്ത മരങ്ങൾ പൂക്കുന്ന ഒരു സാക്ഷ്യമാണ് അവർ കണ്ടത്. പക്ഷേ അതേസമയം തന്നെ അതുപോലെ വിശ്വസിച്ച് അവർ 5 കൊല്ലം മക്കളില്ലാത്തവർ പ്രഗ്നൻ്റായി. പക്ഷേ ഇത് വിഷയം എന്ന് പറയണത്, അപ്പോൾ അവർ മാതാവിനോട് ചോദിച്ചു ഇത് ആര് വഴിയാണ്? കാര്യം അവർ ഒത്തിരി പ്രാർത്ഥനയ്ക്ക് നടക്കുന്ന ആളാണ്, പലതരത്തിലുള്ള പ്രാർത്ഥന ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ കുഞ്ഞിനെ സ്വപ്നം കാണിച്ച് കൃപാസനം മാതാവിനെ. പക്ഷേ കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല, അത് വേറെ കുഞ്ഞാണത്. കുഞ്ഞിന് കൃപാസനം മാതാവിനെ അറിയത്തില്ല. പക്ഷേ ആ കുഞ്ഞിനെ കൃപാസനം മാതാവിനെ കാണിച്ചപ്പോൾ അവൾ തിരിച്ചറിഞ്ഞ്, നമ്മൾ തിരിച്ചറിയപ്പെടേ പരിട എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞ്. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ചിലർ നല്ല ആസ്തിയോടുകൂടി വന്നാണ് ഉടമ്പടി എടുക്കുന്നത്, ചിലർ ഒരു ആസ്തിയും 0 ബാലൻസിൽ വന്ന ഉടമ്പടി എടുക്കുന്നത്. ഒക്കട്ടെ കിട്ടിയാൽ കൂട്ടിയെന്നൊക്കെ ഞാൻ പറയത്തില്ല ഇടയ്ക്ക്. അതുപോലെ അത് അബദ്ധമാണ് ശരിക്കും. എന്താ പ്രശ്നം? നമ്മൾ 0 ബാലൻസിൽ നമുക്ക് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന അഭ്യാസം കരച്ചിലാണെന്ന് വിചാരിച്ചോ, നന്നായിട്ട് വെടിപ്പായിട്ട് കരയാനറിയാം, പക്ഷേ ഉടമ്പടി വിജയിക്കത്തില്ല. കരഞ്ഞത് കൊണ്ട് ഉടമ്പടി വിജയിക്കത്തില്ല. അപ്പം അതൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ട് കരയാനറിയാം, പ്രൊഫഷണലായിട്ട് കരയാനറിയാം. ചില പെണ്ണുങ്ങളുണ്ടല്ലോ, നമ്മൾ എന്നെ കാണുമ്പോൾ തന്നെ നിലവിളിക്കാൻ തുടങ്ങും. കുഴപ്പമില്ല, ഞാൻ തട്ടിയിട്ട് കാര്യം പറയുമ്പോൾ അപ്പോൾ അത് തന്നെ അവർ ഗിയർ ചേഞ്ച് ചെയ്ത് ഒക്കെ ആയിട്ട് കാര്യം പറയും. അപ്പോൾ ആ കരച്ചിലെന്ന് പറയുന്നത് അവരുടെ അതിൻ്റെ അകത്ത് ഉള്ളതാണ്. ആ പ്രൊഫഷണലായിട്ട് കരയുന്ന ആളാണ്. എന്ത് വിഷയം ഉണ്ടെങ്കിലും ആദ്യം കരഞ്ഞേ തുടങ്ങത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഈ അഭ്യാസങ്ങൾ കരച്ചിൽ കൊണ്ട്, ഇപ്പം നിങ്ങൾക്ക് ദൈവതിരുസന്നിധി കരഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. എങ്കിലും നമ്മുടെ ഒരു ആസ്തി ഉണ്ടാകണം. കരച്ചിലൊരു ആസ്തിയല്ല. ചില ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ വെളുപ്പിനേക്ക് 4 മണിക്ക് കിടന്ന് മാതാവേ എന്നൊക്കെ പറഞ്ഞ് കരയണ കേൾക്കാം. അപ്പോൾ എനിക്ക് ചിരി വരും. എന്താ കാര്യം? കയ്യിരിപ്പ് എന്നൊക്കെ പറയണത് ഭയങ്കര കോടാലിയായിരിക്കും കയ്യിരിക്കണത്, പക്ഷെ കരച്ചിലിന് യാതൊരു പഞ്ഞവും ഉണ്ടാകത്തില്ല. ഇയാളെ കൗൺസിൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമല്ലേ വിവരം അറിയത്തുള്ളൂ. ഇയാളെ കൗൺസിൽ ചെയ്ത് കഴിയുമ്പോൾ അനുരഞ്ജനം എങ്ങനെയാണ്, ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറണത്, മക്കളോട് എങ്ങനെ പെരുമാറണത്, അയൽവാസിയോട് എങ്ങനെ പെരുമാറണത്, നാത്തിനോട് എങ്ങനെ പെരുമാറണത്, അവിടെ എല്ലാം ദൈവസ്നേഹം ഇല്ലേ, ഇവരുടെ ഗുണ്ടായിസമാണ് നടക്കുന്നത്. കാര്യം കൗൺസിൽ ചെയ്താൽ മാത്രമേ ഇവർക്ക് ഈ അനുഗ്രഹം കിട്ടുവാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. കരയുന്നതിന് യാതൊരു പഞ്ഞുമില്ല. നിങ്ങൾക്കറിയാമല്ലോ ബൈബിളിൻ്റെ ഒരു രീതി, ഒരേ സ്റ്റാറ്റസുള്ള 2 പേര് ബൈബിളിൽ അവതരിപ്പിക്കും. അവർക്ക് ഒരേ സ്റ്റാറ്റസാണ്, രണ്ടും നോൺ ജ്യൂസാണ്. അവർ യഹൂദരല്ലാത്തവരാണ്, ക്രിസ്തുവിൻ്റെ അടുത്ത് വിജാതീയരാണ് 2 പേരും. അപ്പം ശതാധിപനും ഒരു വിജാതീയനാണ്, ശതാധിപൻ ഒരു വിജാതീയനാണ്, റോമൻ പടയാളിയാണ്. പിന്നെ വേറെ ഒരു ദേശക്കാരത് കാനങ്കാരി, അവരും യഹൂദയല്ല, അവരും വിജാതീയ സ്ത്രീയാണ്. അപ്പോൾ 2 വിജാതീയർ കർത്താവിൻ്റെ അടുത്ത് വരുന്ന ബൈബിൾ വാക്യങ്ങളിൽ നമ്മൾ അപ്പോൾ ഒരു സ്ത്രീയെ നോക്കിയ 15:23 വായിച്ച മത്തായിയുടെ സുവിശേഷം. മത്തായി സ്ത്രീ 15:23. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. കണ്ടേ, ഇതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം 15 കാനങ്കാരി കർത്താവിൻ്റെ അടുത്ത് വന്ന് അവരുടെ മകളെ പിശാച് ബാധിച്ചെന്ന് പറയും. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഭാഗമാണ്. ഈ ബൈബിളിന് ഒരു പ്രശ്നമുള്ളത് മദർ വേർഡെന്ന് പറയും. ബൈബിളിൽ കുറേ തരം വാക്കുകളുണ്ട്. മദർ വേർഡെന്ന് വെച്ചാൽ അമ്മ വചനങ്ങൾ, ഇങ്ങനെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും.
അവരെപ്പോഴും ബൈബിളിൻ്റെ വചനത്തിൽ നിന്ന് വേറൊരു വചനം ഉണ്ടായിക്കൊണ്ടിരിക്കും. എപ്പോഴും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ദൈവത്തിൻ്റെ മനസ്സും ഒരു സിംഗിൾ വേർഡ് തന്നെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ദൈവഭാഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മദർ വേർഡെന്ന് പറയണത്. അതുപോലെ ഒരു മദർ വേർഡാണിത്. ഇത് ഇന്ന് വായിക്കണതല്ല നാളെ പറയാൻ പോണത്. നാളെ പറയണ ഇത് തന്നെ ആയിരിക്കും, പാസേജ് ഇതായിരിക്കും, പറയണത് വേറൊരു കാര്യമാണ്. അതിന് മദർ വേർഡെന്ന് പറയും. ഇനി ഒക്കൾട്ട് വേർഡുണ്ട്. അത് നിഗൂഢവചനങ്ങൾ, ദൈവികമായ സത്യങ്ങൾ ഗൂഢമായിട്ട് ഗൂഢവചനങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ വ്യത്യസ്ത. അപ്പോൾ ഇതിൻ്റെ ഇതൊരു മദർ വേർഡാണ്. ഇനി കീ വേർഡുണ്ട്, താക്കോൽ വചനങ്ങൾ. ചില ഒരു വലിയ ആശയപ്രപഞ്ചം തന്നെ ഓപ്പൺ ചെയ്ത് കിട്ടും ഒറ്റ ഒരു വാക്കിൻ്റെ കീ കിട്ടിക്കഴിഞ്ഞാൽ. ഇങ്ങനെ വചനത്തിൻ്റെ ഗ്രേഡ് വ്യത്യസ്തമുണ്ട് ഒത്തിരി. അപ്പം ഇതൊരു മദർ വേർഡാണ്. ഇവർ കാനംകാര് വന്ന് ഈശോനോട് പറയണതാണ്, എന്താ എൻ്റെ മകള് പിശാച് ബാധിതയായി വെള്ളത്തിലും തീയിലൊക്കെ വീഴുന്ന ഞാൻ അത്. അപ്പം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം മകള് പിശാച് ബാധിതയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അപസ്മാരോ വല്ലതൊക്കെ ആയിരിക്കും. പക്ഷെ അവൾക്കൊരു മകളെ ഉണ്ടാക്കി കാണത്തുള്ളൂ. അവൾ ഭയങ്കര സങ്കടമാണ്. ഈ ഭയങ്കര സങ്കടമായതുകൊണ്ട് വിഷയങ്ങൾ ദൈവം കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. പറഞ്ഞു മനസ്സിലായില്ല? നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടാവും. ഭയങ്കര നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ചില സമയത്ത് ഈശോനറിയാൻ പാടില്ല, കരയാൻ മാത്രം അറിയാം. അതുകൊണ്ട് സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം ഇത് കണ്ടേ, ഇതൊക്കെ ഇവർ കരഞ്ഞെന്നുള്ള കാര്യം എങ്ങനെ നമുക്ക് മനസ്സിലാകണത്? മത്തായി 15:22. 22 വായിക്കണം. മത്തായി 15:22 എന്താ വായിക്കണം? അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു. കരഞ്ഞപേക്ഷിച്ചു. അപ്പോൾ കക്ഷി കരയണതിന് ഉസ്താദാണ് ശരിക്കും. കരച്ചിലിന് വേണ്ടി കണ്ണീര് നമുക്ക് ആർക്കും വാടക എടുക്കേണ്ട കാര്യമില്ല. സ്വന്തമായിട്ട് കണ്ണീര് ആവശ്യത്തിനുള്ള ആളാണ്. പക്ഷെ വർക്കൗട്ട് ചെയ്യത്തില്ല. കർത്താവ് മിണ്ടിയില്ലെന്നാണ് പറയണത് അല്ലേ? നിങ്ങൾക്ക് ചിലർക്കൊക്കെ പറയുന്ന അബദ്ധം ഇതാണ്, ഈശോ മിണ്ടത്തില്ല. കരയാനൊക്കെ അറിയാം. 2 കണ്ണീര് 4 കണ്ണുണ്ടായിട്ടെങ്കിൽ 4 കണ്ണീരിൽ നിന്ന് കണ്ണീര് വന്നേരം. പക്ഷേ ദൈവം മിണ്ടത്തില്ല. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് തന്നെ സൂര്യകട അപ്പോൾ ഇവളുടെ കരച്ചിലെന്ന് പറയുന്നത് ഇങ്ങനെ ഏങ്ങലിടിയൊന്നുമല്ല, ആ പഞ്ചായത്ത് മുഴുവൻ കേൾപ്പിച്ചുകൊണ്ടുള്ള നല്ല കരച്ചിലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് സൂര്യകടായി. അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, എന്താ പറഞ്ഞ കേട്ടെ? ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ഈ വിഷയത്തിൽ കക്ഷി ചേർന്ന്, ഇവളുടെ വിഷയത്തിൽ ശിഷ്യന്മാർ കക്ഷി ചേർന്നത് കാര്യം അറിയാമോ? ഈ കക്ഷി പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് സൗകര്യം ഉണ്ടാകാൻ. ഈ ശിഷ്യന്മാർ കക്ഷി ചേർന്ന് അവരെന്താ പറയണത്? അവർ അഡ്രസ്സ് ചെയ്യണത് ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് വരണ, ഈ സ്ത്രീ വായിച്ചോളത്. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. പറഞ്ഞേ, ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു. അവളെ പറഞ്ഞയച്ചാലും അവൾ പറഞ്ഞയക്കും. സൂര്യകടന്നാണ് ഈ പറയണത്. കരഞ്ഞും കുവിയും കാറിനും ബഹളം ഉണ്ടാക്കിയിട്ട് ആ പ്രദേശം മുഴുവനും ഒരു അപ്സെറ്റാക്കിയിരിക്കുകയാണ്. സൂര്യകടാണ് ഈ പണ്ടാരത്തെ പറഞ്ഞു വിടാൻ പറഞ്ഞ അത് ആ രീതിയിലാണ് പറയും. ഇവരെ പറഞ്ഞയക്കൂ. അവളോട് സ്നേഹം ഉണ്ടായിട്ടല്ല, നിലവിളിയുടെ അഭ്യാസം കാരണം അവർക്ക് സൂര്യകട ഉണ്ടാക്കണം. അവൾ പറഞ്ഞയക്കൂ. എന്താണ്? അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അവൾ നമ്മുടെ പിന്നാലെ വന്ന് ഒന്ന് പറഞ്ഞേ. അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. പിന്നാലെ വന്നാലും മുന്നാലെ വന്ന് നിലവിളിച്ചാലും കഥയൊന്നും ഇല്ലെന്നാണ് ഈശോ പറയണത്. കരയണവർ മുമ്പിൽ വന്ന് കരഞ്ഞാലും പുറകിൽ വന്ന് കരഞ്ഞാലും കഥയില്ല. എന്താ കാര്യം? ആസ്തി ചോദിക്കാം. ദൈവദിവസത്തിന് വരുമ്പോൾ ആസ്തി വെക്കാൻ പറയും. നിങ്ങളുടെ യോഗ്യത എന്താണെന്ന് പറയാൻ പറയും. അതുകൊണ്ട് ഈശോ നിനക്ക് മെറിറ്റ് ഇല്ല എന്ന് പറയും. നമുക്കറിയാലോ, ഉടമ്പടി എന്താ പറയണത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. യോഗ്യതയില്ല, യോഗ്യതയാണ് അഡ്രസ്സ് ചെയ്യണം. അവിടെ നിനക്ക് യോഗ്യതയില്ലെന്ന് പറയും. കരയണത് ഒരു യോഗ്യതയല്ല. മനസ്സിലായില്ലേ? നമ്മൾ വളരെ കൃത്യമായിട്ട്, ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറയണത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കരച്ചിൽ ഒരു യോഗ്യതയല്ല. യോഗ്യതയില്ലെന്ന് പറയുന്നതിന് പകരം ഈശോ എന്താ പറയണത്? അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഇവളുടെ കാര്യം പരിഹരിക്കാൻ വേണ്ടി വന്നതല്ലെന്ന്. ക്ലിയർ അല്ലേ? ഇവളുടെ ഈ കരച്ചിലിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വന്ന ആളല്ലെന്നാണ് പറയണത്. മനസ്സിലായില്ലേ? ഇപ്പം കരഞ്ഞത് കൊണ്ട് കാര്യം നടക്കാത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽ നിന്ന് അവിടുന്ന് വഴിതെറ്റിപ്പോയ അവിശുദ്ധിയിലേക്ക് പോയ ആൾക്കാരുടെ അടുത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് ഈ കേസ് എടുക്കാമെന്നതല്ല. ഇങ്ങനെ ഓരോ വിഷയത്തിൽ വന്ന് കരഞ്ഞാൽ ആ കരയണ വിഷയത്തിന് അഡ്രസ്സ് ചെയ്യാമെന്ന ആളല്ലെന്ന്.
ചിലപ്പോൾ ചിലക്ക് ഈ ആഴ്ച കരയണ ചിലപ്പോൾ PR കിട്ടാനായിരിക്കും, അടുത്ത ആഴ്ച കരയണ വസ്തു വിൽക്കാനായിരിക്കും, അതിൻ്റെ അപ്പുറത്തെ ആഴ്ച കരയണ ഭർത്താവിൻ്റെ വെള്ളവടി മാറ്റാനായിരിക്കും. ഇങ്ങനെ നിങ്ങളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഈ കരയുന്ന സംഭവത്തിൻ്റെ വിഷയത്തിനെ കൈകാര്യം ചെയ്യാൻ വന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? വളരെ വെടിപ്പായിട്ടാണ് സംസാരിക്കണത്. എന്താ വെച്ചാൽ അതായത് ഇസ്രായേൽ വംശം എന്ന് പറഞ്ഞ ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ അതായത് വിശ്വാസം ഒരിക്കലും ഉണ്ടായിരുന്ന ആൾക്കാരാണ്. വിശ്വാസം ഒരിക്കലും ഉണ്ടായിരുന്നിട്ട് വിശ്വാസം ഇപ്പോഴേതെങ്കിലും കാലഘട്ടത്തിൽ കൈമോശം വന്നു പോയി കാണും. അങ്ങനെയുള്ളവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സീറോ ഫെയ്ത്തുകാർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഇല്ല. ഇവിടെ ഇസ്രായേൽ വംശത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്കാണ് അയക്കപ്പെട്ടിരിക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് ആണ്. ഫസ്റ്റ് പ്രിഫറൻസ് എന്താണ്? വിശ്വാസ തകർച്ച ഉണ്ടായ ആൾക്കാർ. ഒരിക്കൽ വിശ്വാസം ഉണ്ടായ ആളാണ്. ആ ചേട്ടത്തിക്ക് ഒരിക്കൽ പ്രാർത്ഥിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു, സുവിശേഷ ചൈതന്യം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ എന്തെങ്കിലും ഇടാകൂടങ്ങളൊക്കെ വന്നതിന് ശേഷം വഴക്കും വയ്യാബലിയും വാക്കാണും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന ചിലപ്പോൾ കുറഞ്ഞു പോയി കാണും, ദൈവത്തിൽ നിന്ന് അകന്നു പോയി കാണും. അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ ഈ കറക്റ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം. എന്താ പറയണത്? ഈ വിശ്വാസം ഉണ്ടായിട്ട് തകർന്നു പോയ ആൾക്കാർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഒരു വിശ്വാസമില്ലാതെ ചുമ്മാ ഒരു വിഷയം ഉണ്ടായപ്പോൾ കരഞ്ഞു കൂടി വന്നാലൊന്നും കർത്താവ് കൈകാര്യം ചെയ്യത്തില്ല. വിഷയമല്ല പ്രശ്നം. നിങ്ങളുടെ കരച്ചിലിൻ്റെ ഇമോഷണാലിറ്റിക്ക് ഒരു വിലയില്ല. അപ്പോൾ ഇവരുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈശോ അവർ ഉദ്ദേശിക്കുന്നത് ഇവരുടെ വിശ്വാസത്തെ, ഈ വിഷയത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവരുടെ വിശ്വാസത്തെ നിങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഈശോ ചാലഞ്ച് ചെയ്യും. അതിനെന്താ ഈശോ പറയണത്? ഇവർ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ, ഇപ്പം ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ, അവർ 12 കൊല്ലമായി മക്കളില്ല. പക്ഷേ അവരിപ്പോൾ പ്രത്യക്ഷീണ പ്രാർത്ഥന ഞരങ്ങി മൂളിയൊക്കെ വല്ലപ്പോഴും കൂടി വല്ല പട്ടിയ പൂച്ചയെ കടിച്ചാൽ മാത്രമേ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലത്തുള്ളൂ. അങ്ങനെയുള്ള അവസ്ഥയാണ് അവർ. ഈ കക്ഷികൾ അഡ്രസ്സ് ചെയ്യത്തില്ല. അതെന്താ സംഭവിച്ചാൽ ഇവരുടെക്കൊന്നും വേണ്ടത്, ദൈവത്തിന് വേണ്ടത് സാധാരണ ഒരു വിശ്വാസമല്ല. പിന്നെന്താ വേണത്? ആ ചേട്ടത്തിൽ പറയുന്നുണ്ട്, മക്കളുടെ അപ്പമെടുത്ത് 15:26 മക്കളുടെ അപ്പമെടുത്ത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഒത്തിരി ഫീൽ ചെയ്യും നമുക്ക്. അയ്യോ, ആ പാവപ്പെട്ടവള് അവളുടെ മകൾ രോഗിയായി, പിന്നെ അവളെ പട്ടിയെന്നും വിളിച്ചെന്ന്. ഇതുപോലെ ആക്ഷേപങ്ങളും അതുപോലെ തന്നെ ദൈവം നിരാകരിക്കുന്ന അനുഭവങ്ങളും ഈ ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലുണ്ട്. പറഞ്ഞ മനസ്സിലല്ല? ആക്ഷേപങ്ങൾ വീട്ടിൽ തന്നെ. ഇപ്പം നമ്മൾ തന്നെ നിങ്ങളെ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം അവളിറങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോൾ തന്നെ കൃപാസനത്തിന് മലത്തിക്കൊണ്ടെന്ന് വെക്കും ഇവിടെ, ഇല്ലേ? അപ്പം നമുക്ക് പേടിയാണ്. നമ്മളെ എതിർക്കുന്ന ആൾക്കാർ ആരെങ്കിലും വീടിൻ്റെ ഭൂമുഖത്തിരിപ്പുണ്ടെങ്കിൽ നമ്മൾ നോക്കണത് എന്താണ്? ഈ ആളുടെ കണ്ടിപ്പെടാതെ നേരെ പുറകിലെ വാതിലെ കൂടി കൃപാസനത്തിൽ പോകാൻ വല്ല മാർഗം ഉണ്ടെന്നാണ് നമ്മൾ നോക്കണത്. എന്താ കാര്യം? ആക്ഷേപം കിട്ടും. നിങ്ങൾ ഈ ആക്ഷേപം ഈ പാക്കേജിൻ്റെ ഭാഗമാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളായിരിക്കും നിങ്ങൾ ആക്ഷേപിക്കണത്, അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായമായിരിക്കും, അല്ലെങ്കിൽ അയൽവാസിയായിരിക്കും. ആക്ഷേപം ഉറപ്പാണ്. മനസ്സിലായി? ദൈവ വഴികളിലെ ഉത്തരം കിട്ടാതിരിക്കുകയും അതേസമയം തന്നെ ആക്ഷേപം കിട്ടുകയും ചെയ്യും. അതാണ് എന്താ പറഞ്ഞിരിക്കുന്നത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല. അപ്പം നായ്ക്കൾ എന്നും വിളിച്ചു. ഇവിടെ വെച്ച് ഈ ചേടത്തിക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം. എന്താ കാര്യം? കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് അവസാനം നായെന്ന് പേരും കിട്ടിയില്ലേ, പോവാം. ഇവർ പോകണമെന്ന് തന്നെയാണ് കർത്താവ് ആഗ്രഹിക്കണത്. ഇവർക്ക് സീറോ ഫെയ്ത്ത്, ഇവർക്ക് സീറോ ആസ്തിയാണെങ്കിൽ ഇവർ പോകും. പക്ഷേ ഇവിടെ വെച്ചിട്ട് 2 പ്രാവശ്യം ഇവർ
തകർച്ച. അതായത് ആദ്യം ഇവർ നേരിട്ട് ഇടപെട്ടു ഒന്നാമത്തെ പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം ഇവരെന്നാ ചെയ്യണത്, അപ്പോസ്തലന്മാരെ ഇടപെടുത്തി. എന്നിട്ടും ശരിയായില്ല. അപ്പോൾ ഈശോയോട് നേരിട്ട് പറയാൻ, കർത്താവ് എന്നെ സഹായിക്കണമേ. അപ്പോഴും നായെന്ന് വിളി കേട്ട്. അപ്പോൾ ഈ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും, കർത്താവ് മിണ്ടിയില്ല, സൈലൻസ് ആവും, നോ ആൻസർ. അപ്പോൾ പ്രാർത്ഥനയുടെ രീതിയാണ്. ചില സമയത്ത് നിങ്ങൾ ഉടമ്പടി എടുത്താണെങ്കിലും ശരി, ചിലപ്പോൾ നോ ആൻസർ ആയിരിക്കും. ഇത് ഇതിനെക്കുറിച്ച് അറിയണം നമ്മൾ ശരിക്കും. ഇതിൻ്റെ ഉള്ളതാണ്. നമ്മളിപ്പോൾ നിങ്ങളുടെ കല്യാണം കഴിക്കണം, അയ്യോ അപ്പം നിങ്ങളോർക്ക് ഈ കല്യാണം വരും, ഈ കല്യാണം നടക്കും, കാര്യം ഞാൻ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അവർ പറയും നിങ്ങൾ അങ്ങോട്ട് വരാൻ പറയും, നമ്മൾ അങ്ങോട്ട് ചെന്ന്, അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട് അവരിങ്ങോട്ട് വന്ന് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കണം മേടിക്കണം പറഞ്ഞപ്പോഴുണ്ട് അവർ 4 കാല വീണ് ഓടി. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്, ഈ കല്യാണം നടക്കും, ഈ കല്യാണം നടക്കുമെന്നല്ലേ. പക്ഷേ ഇപ്പോൾ എന്താ പറ്റിയിരിക്കണത്, 1.5 മാസം ഈ അംഗം കഴിഞ്ഞപ്പോൾ അവർ ഇട്ടച്ചും പോയി. ഇപ്പം നമ്മൾ എന്തെല്ലാം സമാധാനം പറയണം, ഇനി കൂട്ടുകാരുടെ മുഖത്ത് നോക്കിയില്ല, നമ്മൾ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു അത് ഏറെക്കുറെ സെറ്റാകണ്ട, ഏറെക്കുറെ സെറ്റാകണ്ട, ഏറെക്കുറെ സെറ്റാകണ്ട എന്ന് നമ്മൾ കൂട്ടുകാർ മിണ്ടാതിരിക്കണം. ഈ സംഭവം കഴുത്ത താല് വീഴുന്ന വരെ മിണ്ടരുത്. ഉടനെ കൂട്ടുകാരോട് അത് ശരിയാവും, അത് ശരിയാവും ഇങ്ങനെ. പക്ഷേ നമുക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആക്ഷേപമായി. എന്താണ്, അവർ പോയി ഇട്ടും പോയി. അപ്പോൾ ഇനി ആൾക്കാർക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം പോയത്, ഇവളുടെ കുഴപ്പമാണെന്ന്. ആക്ഷേപം തന്നെ കണ്ടില്ലേ, ആക്ഷേപം തന്നെ കണ്ടില്ലേ. ഈ എന്തുകൊണ്ടാണ് രണ്ടാമത്തെ കല്യാണം പോയത്, അത് ഇവളുടെ കുഴപ്പമായിരിക്കും. ഈ നമ്മുടെ അമ്മ തന്നെ പറയും, നിൻ്റെ ഈ കയ്യിരിപ്പ് കൊണ്ടാണ് നീ മൂത്ത് നരച്ച് ഈ വീട്ടിൽ നിൽക്കണത്. സ്വന്തം അമ്മ പറയും. പോരെ, ഇനി വേറെ വല്ലതും പറയാറുണ്ടാ? അമ്മമാർ അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവിടെ അവസാനത്തെ ഈ ചക്രായുധം എടുത്ത് അവർ കറക്കിയിടും, നമ്മുടെ പെടലയും അർത്ഥമുകൊണ്ട് പോണ കാണാം. എന്താ, നിൻ്റെ കയ്യിരിപ്പ് കൊണ്ടാണ് നീ ഇങ്ങനെ മൂത്ത് നരച്ച് ഇതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് പറയും. തീർന്ന ആക്ഷേപം. അപ്പോൾ നമുക്ക് തോന്നും വല്ല വിഷവും എടുത്ത് കഴിച്ച് ഇവർക്കിട്ടൊരു എഴുതി വെച്ചൊരു പണിയും കൊടുത്തേക്കാൻ വിചാരിക്കും. ആ പിശാച് എന്നെ വരെ കണ്ടില്ലേ. ഇപ്പം നമ്മളെ വീട്ടിൽ അമ്മ തന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ആരാ പറയാനിരിക്കണത്? അകപ്പാടൊരു ആസ്തി, ഒരു സന്ധിപ്പ് കിട്ടുന്ന അമ്മ എടുക്കുന്നതാണ്. അമ്മക്ക് സൗകര്യം കയറിയപ്പോൾ പിശാച് കയറിയപ്പോൾ അമ്മ പറയണം നിൻ്റെ കയ്യിരിപ്പോണ്ടാണ് വെറുതെ വീട്ടിൽ മുത്ത് നരച്ചിരിക്കണമെന്ന് പറയണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എത്തിയ ഒന്നുമില്ല, ഒരിടയും ഇല്ല. ആക്ഷേപങ്ങൾ തന്നെ വഴികണ്ടില്ലേ. ഇവിടെയാണ് നമ്മൾ ശരിക്കും ഇങ്ങനെ ഇത് ഈ ഫേസിലേക്ക് വരുമ്പോൾ, അതായത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മൾ ഈ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോൾ ഈ ചെടുത്ത് പറഞ്ഞതല്ല, ചെടുത്ത് വെള്ളം അടിച്ച് കെട്ടി തൂങ്ങാനൊന്നും പോണില്ല. അവർ ഭയങ്കര വില്ലത്തിയാണ്. ആദ്യം കരഞ്ഞെന്ന് പറഞ്ഞ കാര്യം ശരിയാ, പക്ഷെ ഇപ്പോൾ അവർ ഒരു വിടാനുള്ള ഭാവമില്ല. അവരിപ്പോൾ എന്താ പറയണത്, കർത്താവേ നീ അതിനെ നായെന്ന് വിളിച്ചില്ലേ, അതിന് കുഴപ്പമില്ല, ശരിയാ, ഞാൻ നായ തന്നെയാണ്. പക്ഷേ നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈശോ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ ഇവക്ക് പണ്ട് കരച്ചിൽ മാത്രമേ ഉള്ളൂ. ആ കരച്ചിലിന് വാല്യൂ ഇല്ല, വിശ്വാസമില്ല. അതിൻ്റെ അകത്ത് ഇമോഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് വിശ്വാസം ഇല്ല. പക്ഷേ ഇപ്പം സഹനത്തോടുകൂടി സഹനം ഉണ്ടായിട്ടും ഇവൾ വിശ്വസിക്കുകയാണ് തിരിച്ച്. അതിന് ഈശോ വിളിക്കുന്ന പേരെന്താണ്? ഓ വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. അപ്പോൾ വലിയ വിശ്വാസം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ അപമാനത്തിലൂടെ പോണത്. മനസ്സിലായില്ലേ? നീ ഒരു അപമാനത്തിലൂടെയാണ് ഇപ്പോൾ പോണത്. വീട്, ജോലി, വിവാഹം, ശമ്പളം, നീ ഒരു അപമാനത്തിലൂടെയാണ് പോണതെങ്കിൽ അതിൻ്റെ അർത്ഥം നീ മനസ്സിടിഞ്ഞ് പ്രാർത്ഥനയില്ലാത്ത ഈ ഞാൻ അവിടെ വെച്ച് കുവൈറ്റ് വെച്ച് കണ്ട ചേച്ചിയെ പോലെ വരാനല്ല. ഈ അപമാനത്തിൽ നിന്നുകൊണ്ട് പോലും നീ വിശ്വാസം ഏറ്റു പറയണം. ഇതിനാണ് ഈ വിശ്വാസ വരമെന്ന് പറയണത്. വിശ്വാസ വരമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലൊന്നാണ് വിശ്വാസ വരം. വിശ്വാസ വരമെന്ന് പറയണത് നല്ല ക്ലേശകാലങ്ങളിൽ സർവൈവ് ചെയ്യുന്ന സർവൈവ്ഡ് ഫെയ്ത്താണ് ഈ വിശ്വാസ വരമെന്ന് പറയണത്. സാധാരണ വിശ്വാസം വെയിൽ കൊള്ളുമ്പോൾ അങ്ങ് വെണ്ണ പോലെ ഉരുകിപ്പോകും. ഇവളുടെ വിശ്വാസം ഉരുകിപ്പോണില്ല. പിശാചെന്ന് വിളിച്ചിട്ടും
അതുപോലെ തന്നെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാൻ വിഹിതമല്ലെന്ന് പറഞ്ഞിട്ടും അവളതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. കർത്താവേ, അത് ശരിയാണ്, ഞാൻ നായ തന്നെയാണ്. പക്ഷേ എന്താണ്, നായ്ക്കൾക്ക് പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളുടെ ഒറിജിനൽ ആ കരച്ചിൽ മാത്രമല്ല, യഥാർത്ഥ ഫെയ്ത്ത്, വിശ്വാസം, അതായത് ക്ലേശങ്ങളെയും ആക്ഷേപങ്ങളെയും അതിജീവിച്ച വിശ്വാസം. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അതിജീവിച്ച വിശ്വാസം എന്നും പറഞ്ഞ് വേറൊരു സംഭവമുണ്ട്. അതിജീവിച്ച വിശ്വാസം, അതിജീവിച്ച ശ്രുതികട ഹല്ലേലൂയ. പത്രോസിൻ്റെ ലേഖനമാണ് അഗ്നി പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. ശ്രുതികട ഹല്ലേലൂയ. ഒന്ന് പത്രോസ് 1:7. 1 പത്രോസ് 1:7. അഗ്നിശോധനയെ അതിജീവിക്കുന്ന, എന്ന് പറഞ്ഞേ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഇതാണ് കാനൻകാരിയുടേത്. സ്വർണത്തെക്കാൾ അത് വിലയുള്ളതായി മാറി. ഇപ്പം വാല്യൂ ആയി. ഇതാണ് വാല്യൂ എന്ന് പറയണത്. ഞാൻ കുവൈറ്റ് നടത്തിയപ്പോൾ ധ്യാനത്തിന് കർത്താവ് പറഞ്ഞത് വാല്യൂ ആഡഡ് സ്പിരിച്വാലിറ്റി എന്നാണ്. ഒരു വ്യക്തിയുടെ വാല്യൂ, അവൻ ദൈവതിരുസന്നിധിയിൽ വാല്യൂ ഉള്ള വ്യക്തിയാണോ ഇല്ലയോ, അവന് ബാർഗൈനിങ് പവർ ഉണ്ടോ വിശ്വാസത്തിൽ, അത് ഇങ്ങനെയുള്ള പ്രോസസ്സിങ് പ്രക്രിയയിലൂടെയാണ് വെളിവാകണത്. അതിന് പത്രോസ് പറഞ്ഞ എന്താണ്, വചനം ഒന്ന് വായിച്ചോ. 1 പത്രോസ് 1:7 ഒന്ന് വായിച്ചു. അഗ്നിശോധനയെ അതിജീവിക്കുന്ന, പറഞ്ഞേ, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. വിശ്വാസം 2 തരമുണ്ട്. എന്തൊക്കെയാണുള്ളത്? ഒന്ന്, പരീക്ഷകളെ അതിജീവിക്കാത്ത കേവല വിശ്വാസം, കരയാനും മോങ്ങാനും മാത്രം അറിയാവുന്ന കേവല വിശ്വാസം. രണ്ടാമത്തത്, എന്തെല്ലാം വിഷയം ഉണ്ടായാലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പരീക്ഷകളെ അതിജീവിച്ച അതിജീവിത വിശ്വാസം. ഈ അതിജീവിത വിശ്വാസമാണ് വിശ്വാസ വരമെന്ന് പറയുന്നത്. വിശ്വാസ വരം, പ്രാർത്ഥനാ വരം എന്നൊക്കെ പറയത്തില്ലേ. പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാ വരമില്ല. അവരൊരു കാഷ്വലായിട്ട് ഓരോ വിഷയത്തിന് പ്രാർത്ഥിച്ചു പോകണം, വരമില്ല. വരം വേണമെന്നുണ്ടെങ്കിൽ അതിജീവിതം വേണം അതിൻ്റെ അകത്ത്. ഇപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ പ്രാർത്ഥനാ വരമുണ്ട്. നിങ്ങൾക്കും ഉണ്ട് വരം, എനിക്കും ഉണ്ട് വരം, പ്രാർത്ഥനാ വരം. എന്താണ് പ്രാർത്ഥനാ വരം എന്ന് പറയുന്നത്? എന്തെങ്കിലും ഒരു വിഷയത്തെ പ്രാർത്ഥിക്കണമല്ല. അത് ഗെത്സെമനിയിൽ ഈശോ ചെയ്തത് എന്താണ്? Take the word of God. ലുക്ക 22:23. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ലുക്ക 22:44. അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോൾ പത്രോസ് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. കണ്ടില്ലേ? അവിടെയാണ് വിഷയം വരുന്നത്. തീവ്രവേദനയും മുഴുകുന്നു, ഈശോയും തീവ്രവേദനയും മുഴുകുന്നു, പത്രോസ് ശിഷ്യന്മാരും തീവ്രവേദനയും മുഴുകുന്നു. തീവ്രവേദന മുഴുകിയ ശിഷ്യന്മാരെന്താ പറ്റിയത്? ഉറങ്ങി അവിടെ പോയി.
തീവ്രവേദന മുഴുകി ഈശോക്ക് എന്നാ പറ്റിയത് എന്ന് പറഞ്ഞ 22:44 എന്താ പറയണത്? അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പൊ തീവ്രവേദനയിൽ മുഴുകുമ്പോൾ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. ഇതിനാണ് പ്രാർത്ഥന വരവെന്ന് പറയുന്നത്. മനസ്സിലായി? ഇതിനാണ് പ്രാർത്ഥന. വിശ്വാസ വരമുണ്ട്. വിശ്വാസ വരം എന്ന് പറയുമ്പോൾ അഗ്നിശോധനയെ അതിജീവിച്ച നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിച്ച നിങ്ങളുടെ വിശ്വാസം. അപ്പം പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് എന്ത്? വിശ്വാസ വരം. പരീക്ഷകളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് എന്ത്? പ്രാർത്ഥന വരം. അപ്പോൾ ഈ പ്രാർത്ഥനാ വരത്തിലേക്ക് നമ്മളെ നമ്മളെ പതുക്കെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് പകരമാണ് ദൈവം മിണ്ടാണ്ടിരിക്കും, ദൈവം ആക്ഷേപിക്കും, പല കലാപരിപാടിയുണ്ട് എൻ്റെ അടുത്ത്. മനസ്സിലായ? ആ കാര്യം സംഭവിക്കുന്നത് എന്താണ്? അവളുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യം മിണ്ടാതിരുന്ന്, രണ്ടാമത്തെ എന്താണ്? അപ്പോസ്തലന്മാർ മധ്യസ്ഥം കൊണ്ടുവന്ന് അത് ഈശോ എടുത്ത് ചവറ്റുകൊട്ടെ കളഞ്ഞ്. മധ്യസ്ഥ പ്രാർത്ഥന മണ്ണാങ്കട്ട പോളാന്നും പറഞ്ഞ് ഓടിച്ചിട്ടവനാ ഇല്ലേ? അത് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ നേരിട്ട് വന്ന് കർത്താവ് സഹായിക്കണം. അപ്പോൾ അവളുടെ മുഖത്തൊക്കെ പറഞ്ഞ് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കുക, വിഹിതമില്ല പട്ടിയെന്നും വിളിച്ച്. 3-ാം സെക്ഷനിൽ അവൾ പട്ടിയെന്ന് ബ്രാൻഡഡായിരിക്കുകയാണ്. പ്രാർത്ഥന പുരോഗമിക്കും തോറും അപമാനത്തിൽ ബ്രാൻഡഡായിരിക്കുകയാണ്. ആ ബ്രാൻഡിങ് കിട്ടിക്കഴിഞ്ഞാൽ, അപമാനം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് അവൾ ആഘോഷിക്കുന്നുണ്ട്. എന്താണ്? വിശ്വാസം. കർത്താവേ, അത് ശരിയാണ്. എന്താണ് അത് ശരിയാണെന്ന് പറയണത്? അതായത് ഞാൻ പട്ടിയാണ്, പക്ഷേ ഒരു കാര്യം ഈശോ മനസ്സിലാക്കണം. എന്താണ്? പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപമാനിക്കപ്പെട്ടാലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പറഞ്ഞ മനസ്സിലായില്ല? ഈ അപമാനിക്കപ്പെട്ടാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് വിശ്വസിക്കുമ്പോഴാണ് ഓ വുമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ് എന്ന് പറയണത്. എന്താണ്? നിൻ്റെ വിശ്വാസം വലുതാണ്. ഈ വലിയ വിശ്വാസമുണ്ട്, ചെറിയ വിശ്വാസമുണ്ട്. ഈ അതിജീവിച്ച വിശ്വാസത്തെയാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് വിശ്വാസ വരം. അതുപോലെ തന്നെ ചെറിയ പ്രാർത്ഥനയുണ്ട്, വലിയ പ്രാർത്ഥനയുണ്ട്. അതിജീവിച്ച അപമാനങ്ങളെ അതിജീവിച്ച പ്രാർത്ഥനയാണ് പ്രാർത്ഥനാ വരമെന്ന് പറയണത്. ദൈവം ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതുപോലെയുള്ള വളർച്ച ഉണ്ടാകും. അതിന് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും ദൈവം. നമ്മളറിയണം. നിങ്ങളെല്ലാം ഇങ്ങനൊരു അടുപ്പിൽ പറ്റിയിരിക്കുക. നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുന്നല്ലേ? ആദ്യത്തെ സെഷനിലെല്ലാം ഓക്കെ ആകും, ഒരു സംശയമില്ല. ആൾക്കാർ ഇടിപെട്ട് സാക്ഷ്യവും പറയും. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും സാക്ഷ്യവും പറഞ്ഞുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം കർത്താവ് അതിനേക്കാൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും, വിശ്വാസവരത്തിലേക്കും പ്രാർത്ഥനാവരത്തിലേക്കും. അപ്പം നിങ്ങളെ വളർത്തുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ചാൽ ഇതിന് ഒരു അറ്റവും അറുതിയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പം 5:48 വായിച്ചേ, മത്തായിയുടെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 5:48 അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വല്ലതും നടക്കും. ഇതാണ് മനസ്സിലിരിപ്പ്. പിന്നെ എങ്ങനെയാണ് പട്ടി പോണാന്നൊക്കെ വിളിക്കാതിരിക്കുന്നത്? ആളിനൊന്നും മുതലാകത്തില്ല. ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും മുതലാകാത്തൊരു മുതലാളിയാണെന്ന്. കൃപയുടെ വലിയ ഭണ്ഡാരമാണ്. കാര്യം ക്രിസ്തുവിന് സംഭവിച്ചിരിക്കുന്നത് നമ്മളെ സാധാരണ കണ്ടെത്തുന്ന ഒരു പോപ്പുലർ ദൈവമല്ല. അതായത് സത്യദൈവം നല്ല ശരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളും ചെയ്യാനാണ് പറയണത്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ സത്യസന്ധത വേണ്ടേ, ആത്മാർത്ഥത വേണ്ടേ? നിങ്ങൾ 24:14 വായിച്ച് 14 ജോഷുവയുടെ പുസ്തകം 24:14. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന.
യോശുവ 24:14. യോശുവ 24:14. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. ഉടമ്പടി എടുത്തില്ലെന്നല്ല പ്രശ്നം. ഉടമ്പടി ഞാൻ എടുത്തതാണ്, പുതുക്കിയതല്ലെന്നല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? നീ ഉടമ്പടി 4 പുതുക്കിയാലും 5 പുതുക്കിയാലും ആത്മാർത്ഥതയുണ്ടോ എന്നാ പ്രശ്നം. ദൈവത്തിൻ്റെ അടുത്ത് കളിക്കാൻ വരുമ്പോൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ തല പോയത് തന്നെയാണ്, അഭ്യാസം നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഉടമ്പടിയുടെ ബേസിക് എന്താണ്? പെർസ്വറിങ് ഫെയ്ത്താണ്, അതിജീവിത വിശ്വാസമാണ്. ദാറ്റ് ഈസ് ഫിഡലിറ്റി. അതാണ് വിശ്വസ്തത എന്ന് പറയണത്. എന്തെല്ലാം ഇവിടെ ദൈവം വചനത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കളെ, ദൈവവുമായിട്ട് ഇടപാടുകൾ പെട്ടെന്ന് ഇത് ക്രാക്കാവും. പക്ഷേ എന്ത് സംഭവം? ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്യണം. എന്താണ്? നിങ്ങളെപ്പോഴും ഇത് ആത്മാർത്ഥമാണോ, സത്യസന്ധമാണോ, വിശ്വസ്തതയാണോ എന്ന് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ റീകാൾട്ട് ചെയ്ത് നോക്കണം. ഒന്ന് നോക്കി ഉടമ്പടിയേ, നിങ്ങളെടുത്തിങ്ങനെ ഉടമ്പടിയില്ലേ, അത് സത്യസന്ധമാണോ, ആത്മാർത്ഥമാണോ? ഈ സത്യസന്ധമല്ല, ആത്മാർത്ഥമല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുതുക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു, ഒരു സിൽവർ ഗ്രേ ചേട്ടത്തിനെ കണ്ട കാര്യം അച്ഛൻ പറഞ്ഞു. എനിക്കും ചിരി വന്നായിരുന്നു. ചേച്ചി അത് വെച്ച് ബാർഗെയിൻ ചെയ്യാൻ, ഞാൻ സിൽവർ ഗ്രേ ആണെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിൽവർ ഗ്രേയിലേക്ക് 5ാമത്തെ പുതുക്കാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞാണ്, എന്താ പറഞ്ഞത്? ഇവർക്ക് സിൽവർ ഗ്രേയുടെ ഒരു മുഖഭാവമൊന്നും ഇല്ലെന്ന്. സാധാരണ ഒന്ന് പുതുക്കിയ പോലെ ഇരിക്കണമെന്ന്. ഒന്ന് പുതുക്കിയത് പോലെ. സാറേ, സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ദൈവകൃപ തേജസ് ചിന്തി എല്ലാത്തിനെയും അതിജീവിച്ച് പ്രാർത്ഥനാപരം കിട്ടി, വിശ്വാസപരം കിട്ടി, അതിജീവിതമായിട്ടല്ലേ വരണത്. ശരിക്കും അതിജീവിതം എന്ന് പറയുന്നത് അഭിഷിക്തയാണ്. ശരിക്കും പറഞ്ഞാൽ ആന്തരിക അഭിഷേകം ബാധിച്ച സ്ത്രീയാണ്. പിന്നെ അവർക്ക് ആവശ്യം പോലും ഉണ്ടാകത്തില്ല. അന്നാളുകളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ചോദ്യമൊക്കെ നിർത്തുമെന്ന്. അപ്പം സിൽവർ ഗ്രേയിൽ വരുമ്പോൾ 16:23 വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 16:23 യോഹന്നാന്റെ സുവിശേഷം ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 16:23. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അങ്ങനെ പരിപാടിയുണ്ട്, കേട്ടല്ലേ എന്ന് പറഞ്ഞ്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കത്തില്ല. 5 പുതുക്കി സിൽവർ ഗ്രേ വന്നു കഴിഞ്ഞാൽ അഭിഷേകം കിട്ടും. പിന്നെ എന്താ കാര്യം? ഈ എന്ത് വിഷയത്തിനും കർത്താവിൻ്റെ കയ്യിൽ തീരുമാനം ഉണ്ടാകും. എനിക്കതിൻ്റെ അകത്ത് ഉത്കണ്ഠ ഉണ്ടാകത്തില്ല. ഇപ്പം 5 പുതുക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോഴേക്ക് പണ്ട് ഒരു ആവശ്യം ഉണ്ടാവില്ല, ഇപ്പം 50 ആവശ്യം കൊണ്ടാണ് ഞാൻ കിടത്ത് വന്നിരിക്കണേ. തറ്റി മീൻസ് അഭിഷേകം കിട്ടിയിട്ടില്ല. തറ്റി എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത്? അവർ ഉടമ്പടി ജീവിച്ചിട്ടില്ല. ഈ ദിവസങ്ങളിൽ അടിപൊളി ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ജാൻസി ജോണി, എറണാകുളത്ത് കരുതിയാന്ന്. ജാൻസി ജോണിയുടെ നിങ്ങൾ യൂട്യൂബ് കിടപ്പുണ്ട് ആ സാക്ഷ്യം. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇവർ വന്നപ്പോൾ നോട്ട് ചെയ്ത് തന്നതാണ് എനിക്ക്. ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി സൂപ്പർ സാക്ഷ്യമാണ്. ജാൻസി ജോണി എന്താ അവിടെ വിഷയം? അവരുടമ്പടി ഇപ്പോൾ പുതുക്കി ഒന്ന് സാക്ഷ്യം പറഞ്ഞതാണ് നേരത്തെ. അപ്പോൾ ദൈവം സഞ്ചരിക്കുന്ന ആത്മാവിലൂടെ ദൈവസഞ്ചാരത്തിൻ്റെ വഴികളുള്ള ആളാണ്. അതുകൊണ്ട് നേരത്തെ ഒന്ന് സാക്ഷ്യം പറഞ്ഞു, ഇപ്പോൾ വേറെ ഒരു സാക്ഷ്യം പറയാൻ വന്നിരിക്കുക. അവരുടെ ഉടമ്പടി എങ്ങനെയാണെന്ന് അവർ ഫയറാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാൻസി ജോണി ഭയങ്കര കാരുണ്യപ്രവൃത്തിക്കാരത്തിയാണ്. കാരുണ്യപ്രവൃത്തി അല്ല, നിങ്ങളെ കുറേ പേരെ പോലെ പ്രത്യക്ഷിക പ്രാർത്ഥന മാത്രം ചൊല്ലി വീട്ടിയിരിക്കുകയല്ല. ഞാൻ കോരി കണ്ട പോലെ പ്രത്യക്ഷ പ്രാർത്ഥന വരെ ചെല്ലണമെങ്കിൽ അല്ല പട്ടിയും കടിക്കേണ്ടി വരും, പോരെ. അങ്ങനെയുള്ള അയ്യോഭാവിയല്ല ശരിക്കും പറഞ്ഞാൽ. അവർ ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിലൂടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുകയാണ്. രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുക. അവർ ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണവും പാകം ചെയ്ത് രോഗികളെ ആശുപത്രിയിൽ പോയി കാണുമ്പോൾ അവർ പറയണത്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കറിയോ ഉണ്ടാക്കി വളരെ പൊതിഞ്ഞ് ഞാൻ കൊണ്ട് രോഗികൾക്ക് കൊടുക്കുകയല്ല ചെയ്യണത്. ഞാൻ അതിൻ്റെ അകത്ത് ഉടമ്പടി തൈലം ഒഴിക്കും, എന്നിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പത്രം ഞാൻ ഭക്ഷണം ആസ്വദിക്കും, എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ ഇത് കഴിക്കുന്ന വ്യക്തിക്ക് നിത്യജീവൻ കിട്ടണം. പ്രൈസ് ദി ലോർഡ്. ആൾക്കാർ ഉടമ്പടി ആഘോഷിക്കുന്നുണ്ടല്ലേ?
അല്ലാതെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാരുണ്യ പ്രവൃത്തി എന്താ ചോറ് കുഴപ്പമില്ല, പിള്ളേർക്ക് ചോറ് കിട്ടുമ്പോൾ ഒരു ചോറ് ഇവിടെ നമുക്ക് ചെയ്താൽ എന്ത് ചെയ്താൽ നമുക്ക് പൈസ പിള്ളേർക്കായാലും നമ്മൾ ചോറ് കെട്ടണില്ല, അതിനകത്തൊരു പൊതി കെട്ടണം, അതല്ലേ പ്രശ്നമുള്ളൂ എന്നാന്നും പറഞ്ഞിട്ടും പോവും. അതല്ല സംഭവം. ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം അതല്ല. ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് ഞാൻ രോഗിയായിരുന്നു, അതാണ് പ്രശ്നം. അല്ല ചുറ്റും നടന്ന ആൾക്കാർക്ക് ചോറും പൊതിയും കൊടുത്തിട്ട് പഴയ സാരിയും വിതരണം ചെയ്തിട്ട് ഞാൻ എന്തോ ആനക്കാരം ചെയ്തെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കണ്ണി പൊടിയിടുന്ന അഭ്യാസമല്ലത്. ഇവിടുത്തെ ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്? ഞാൻ രോഗിയായിരുന്നു, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ ജാൻസി ജോണി പറഞ്ഞത് എന്താണെന്നറിയാവോ? ഞാൻ ഈ രോഗിയെ പോയി കാണുന്നുണ്ട്. ആരായിട്ടാണ് ഞാൻ കാണുന്നത്? കർത്താവായിട്ടാണ് കാണുന്നത്. അല്ല ധർമ്മക്കാരനാണ്, അതുപോലെ തന്നെ രോഗിയാണ്, അല്ലെങ്കിൽ ആകാശപ്പറവയെന്നും പറഞ്ഞല്ല കാണുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പേരിട്ടിരിക്കണത് ആകാശപ്പറവയെന്നാണല്ലോ പേരിട്ടിരിക്കണത്. അത് എന്തൊരു ഇടിവെട്ട് പേരാണെന്ന് ദൈവത്തിനറിയാം. ആകാശപ്പറവെന്ന് പറഞ്ഞ സംഭവം ഇല്ല. കർത്താവ് പറഞ്ഞത് ഞാൻ ആകാശപ്പറവയെന്നല്ല പറഞ്ഞത്. ആകാശത്തിന് താഴെ കൂടുമില്ല, താഴെ മരവുമില്ല, മുകളിൽ ആകാശമില്ല, പറന്നടക്കണ നിരാലംബരായ മനുഷ്യർ, അങ്ങനൊരു സംഭവം ഇല്ല. കർത്താവ് പറഞ്ഞത് ഉടമ്പടി നമ്മൾ അഭിസംബോധന ചെയ്യണത് ആകാശപ്പറവകളല്ല. മനുഷ്യനെ പിന്നെ ചുമ്മാ അവൻ ജീവിക്കാൻ നിവർത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവകാശപ്പറവെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ രോഗിയായിരുന്നു, അതാ സംഭവം. കണ്ടില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 25:36. അതാണ് സംഭവം. മത്തായി 25:35 വായിച്ചോളൂ. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ നഗ്നനായിരുന്നു. അപ്പം നമുക്ക് വസ്ത്രമില്ലാത്ത ഒരാളെ കണ്ടാൽ, വസ്ത്രം കുറഞ്ഞ ആളെ കണ്ടാൽ അവരാരായിട്ട് കാണണം? ഈശോയായിട്ട് കാണണം. അതാണ് സംഭവം. പിന്നെന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ആശുപത്രി നമ്മൾ പോണത് ആരെ കാണാനാണ്? ഈശോനെ കാണാനാണ് പോണത്. ഈശോയെ കാണാൻ ആരാണ്? ആശുപത്രി നമ്മൾ എന്തിനാ പോണത്? ഈശോനെ കാണാനാണ് പോണത്. ആ വ്യക്തിയിൽ ഈശോനെ കാണണം. ഇപ്പം ജാൻസി ജോയി അങ്ങനെ ഒരു ബ്രാൻഡഡാണ് ആള്. ഇപ്പം ഞാൻ എല്ലാവരിലും ഈശോയെ കാണും. എന്നിട്ട് ഞാൻ അങ്ങനെ ഈശോനെ ശുശ്രൂഷിക്കുന്ന പോലെയാണ് ഞാൻ അവിടുത്തെ ഇരുന്ന് ഭക്ഷണം തീരണവരെ കാത്തിരിക്കണത്. അപ്പോൾ അവരെ പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ അവർ ചെയ്യണ കാരുണ്യ പ്രവൃത്തി ഒരു ഫങ്ഷനല്ല, ഒരു മിഷനാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഇവിടെ കുറച്ച് നാളും മുമ്പ് ഇവിടെ ഒരു കാരുണ്യ പ്രവർത്തിക്കാരിറങ്ങിയായിരുന്നു. ഇവിടെ ഇവിടുത്തെ നമ്മുടെ ഇവൻ്റെ ആംബുലൻസിൻ്റെ ഡ്രൈവർ, അയാളും കുറേ ചേടത്തിമാരും കൂടി ഇവിടുന്ന് നിങ്ങൾ കൊണ്ടുവന്ന ഉടുപ്പെല്ലാം കൂടി തുമ്പോളിലെ ഓമനപ്പുഴ എവിടെയോ കൊണ്ടുപോയി കൊടുത്ത് ചുമ്മാ ഉടുപ്പ് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ഉടുപ്പ് വരെ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പ്ലാസ്റ്ററൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്, ആൾക്കാർ കൈകാര്യം ചെയ്തിട്ട്. ഇതാണ് അവസ്ഥ. ഇത് കാരുണ്യ പ്രവൃത്തിയാണ്? അല്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാമോ? നമ്മൾ അതിനൊരു ബിൽഡിങ് ചെയ്തിരിക്കുക ഇവിടെ. എന്നിട്ട് നിങ്ങൾ തന്നെ വന്നിട്ട് കർത്താവിനെ കണ്ടെത്തണം സമൂഹത്തിൽ നിന്ന്. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് നിങ്ങളുടെ ഉടമ്പടി പേപ്പറിൻ്റെ സ്റ്റാറ്റസ് കാണിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഉടുപ്പുകൾ നിങ്ങൾ തന്നെ, ഇപ്പോൾ കുറേ ആൾക്കാർ കുറേ ആയിരക്കണക്കിന് ഉടുപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആ സ്റ്റാറ്റസ് കാണിച്ച് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം അല്ല, വരെ വന്നവർക്ക് പണം കൊടുക്കത്തില്ല. ഇത് പ്രേക്ഷിത പ്രവർത്തനമാണിത്. അപ്പോൾ പ്രേക്ഷിത ചൈതന്യമുള്ള ആൾക്കാർ വന്ന് പറയണം ഞങ്ങൾക്ക് നല്ല ഉടുപ്പ് തരണം. ഒരു 3-4 ഉടുപ്പ് തന്നാൽ ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിച്ച് കൊണ്ടുപോയി ആശുപത്രി കൊടുത്തോളാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ കൊടുക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ ഉള്ളത്? ഞാൻ നഗ്നനായിരുന്നു. മനസ്സിലായ? അതാണ് വിഷയം. ഞാൻ ജാൻസി ജോയി അങ്ങനെ ചെയ്യണത്. ഞാൻ ഈശോനെ കാണും. ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെയും ആ വ്യക്തിയുടെ ആത്മാവിനെ കാണും, ശരീരത്തല്ല കാണുന്നത്. വിശന്ന വയറിനേക്കാൾ ഉപരി വിശന്ന ആത്മാവിനെ കണ്ടിട്ട് അവൾ ഉടമ്പടി തൈലം ഒഴിച്ചിട്ട് ഒരു കുരിച്ചിടും. എന്നിട്ട് പ്രാർത്ഥിക്കും. വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും, കർത്താവേ ഈ ഭക്ഷണം കഴിക്കുന്ന ആൾ അങ്ങേ കണ്ടെത്തി ജീവിക്കാൻ ഇടയാക്കണമേ. കണ്ട പ്രേക്ഷിത പ്രവർത്തനം. ഇതാണ് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. അപ്പം ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ ഒരു ദിവസം അവർ ചെന്നപ്പോൾ ഒരു രോഗി ഇരിക്കണം. അയാൾക്കാണെങ്കിൽ
ഈ അന്നനാളം മുതൽ വയറ് വരെ ഇങ്ങനെ വ്രണം വെച്ച് ഈച്ചയും പിടിച്ചിരിക്കുക, അന്നനാളം വരെ പ്രാകൃതമായ അവസ്ഥയിലിരിക്കുക വഴിവെക്കിൽ. ഇപ്പോൾ ഒക്കെ സങ്കടമായി. ഇപ്പോൾ ഇവർക്ക് തോന്നി തൽക്കാലം കുറച്ച് ഭക്ഷണം കൊടുത്തിട്ട് പോന്നിട്ട് പിറ്റേ ദിവസം അവർ വിചാരിച്ചത് എന്താണെന്നറിയാവോ? എന്താണ് വിചാരിച്ചത്? ഈ അന്നനാളം പോലെ കുറേ പഴക്കം ചെന്ന വ്രണമാണ്, മണമുണ്ടേ, പുഴുക്കളുണ്ടെന്ന് തോന്നണേ, ഈച്ച പിടിച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു കേൾക്കണത്, കർത്താവേ നാളെ ചെല്ലുമ്പോൾ ആ രോഗി അവിടെ ഉണ്ടാകണേ. എന്തിനാണ്? ഇവർ ബെറ്റാഡിനെടുത്ത് കുറച്ച് ഫസ്റ്റ് എയ്ഡൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ബെറ്റാഡിനെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ഡേറ്റ് നോക്കിയപ്പോൾ ബെറ്റാഡിൻ്റെ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പം അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവർ പറയണതേ ഈശോയ്ക്ക് ഉപയോഗിക്കണതല്ലേ, അപ്പം അത് ഡേറ്റ് കഴിഞ്ഞത് ഉപയോഗിക്കുന്നത് കള്ളത്തരമല്ലേ. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് സങ്കടത്തോടെ ഞാൻ ചെന്ന് മറ്റു മരുന്നെടുത്തുകൊണ്ട്, അപ്പം ഞാൻ ചെന്ന് അങ്ങേരെ കണ്ടപ്പോഴേ അങ്ങേരുടെ ആ കഴുത്തുമോൽ ഇവിടം വരെ സാധാരണ ശരീരം പോലെ പുറത്തിരിക്കണമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സംഭവം. ഈശോ അവരുടെ മനസ്സാക്ഷി കണ്ട് കർത്താവ് അവരെ, ആ മനുഷ്യനെ സുഖപ്പെടുത്തി. അയാൾ ഓടി വന്നിട്ടും പറഞ്ഞ് എനിക്ക് 2 പൊതി തരണം, ഒരാൾക്ക് കൂടി കൊടുക്കാനുണ്ടെന്ന്. മക്കളെ, ഇതാണ് ഉടമ്പടിയുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. നിങ്ങൾ ഈശോനെ കാണണം അതിൻ്റെ അകത്ത്. അല്ലാതെ ഇതൊരു ഫങ്ഷൻ പോലെ കണ്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം ഇതിൻ്റെ അകത്ത് ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ. ഇപ്പോൾ ഈ കാനങ്കാരി അവസാനം എങ്ങനെ അവസാനം, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്, നിൻ്റെ വലിയ വിശ്വാസമാണെന്ന് പറഞ്ഞ് കർത്താവ് അവളുടെ വിശ്വാസത്തെ അംഗീകരിച്ച് പറഞ്ഞ് അവൾ അനുഗ്രഹിക്കുകയും ചെയ്ത്. അപ്പോൾ നമുക്ക് ആസ്തിയായി. പക്ഷേ ഇതിന് വേറെ ഇതുപോലെ തന്നെ യഹൂദനല്ലാത്ത ഒരാളെ കാണുന്നുണ്ട് കർത്താവ്. അതൊരു യഹൂദ പ്രമാണി വന്നിട്ട് ശതാധിപനോട് പറയും, ശതാധിപനെക്കുറിച്ച് പറയും, ഈ ശതാധിപൻ എന്ന് പറയുന്ന ആളിൻ്റെ ഭൃത്യൻ രോഗബാധിതനായി വീട്ടിൽ കിടക്കുകയാണ്. എന്നിട്ട് 2 കാര്യം പറയും. എന്താ പറയണത് ശതാധിപനെക്കുറിച്ച്? ഒന്ന് വായിച്ചോളൂ. 5:7-5 യൂക്കാൻ്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്ക 7:5. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അതാ സംഭവം. ആ ശതാധിപനെ കുറിച്ച് റിപ്പോർട്ട് കൊടുക്കണത് ഇങ്ങനെയാണ്. എന്തെന്താണ് ഈ യഹൂദ പ്രമാണി വന്ന് ഈശോനൊക്കെ പറയണ 2 കാര്യങ്ങളാണ്. എന്താണ്? ലൂക്ക 7:5 എന്താ പറയണത്? 1, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, മനുഷ്യപ്പറ്റുള്ള ആളാണെന്ന്. 2ാമത്തെ എന്താ? നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും നമുക്കൊരു പ്രാർത്ഥനാലയം പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. കണ്ട, അയാൾക്ക് ആസ്തിയുണ്ട്. അയാൾ 0 ബാലൻസിലുള്ള ആളല്ല. നമുക്ക് ആസ്തി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ ജാൻസി ജോണിക്ക് ആസ്തിയുണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്ത് വരുമ്പോൾ നല്ല ആസ്തി ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ആസ്തി കൊണ്ടത്. ഇപ്പം നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിലേ, ഇപ്പം മാതാവിൻ്റെ മധ്യസ്ഥത്തിലല്ലേ നിങ്ങൾ ഇത് ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പം നിങ്ങളെ കാണുമ്പോൾ മാതാവിനെ റെക്കമെൻഡ് ചെയ്യണം. ഇവൾ നല്ല സ്ത്രീയാണ്, സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, പാവത്തങ്ങളെ കാണുമ്പോൾ കാരുണ്യം കാണിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ആസ്തി ഭദ്രതയുള്ളവരായിരിക്കണം. മനസ്സിലായ? വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ ഉടമ്പടിയോടുകൂടി നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചിരിക്കും. നിങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് മകളെ കെട്ടിക്കുക, അല്ലെങ്കിൽ മകന് PR കിട്ടുക, വസ്തു വിൽക്കുക മാത്രമുള്ള കലാപരിപാടിയാണെങ്കിൽ ദൈവത്തെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. വൈ ഷുഡ് ഐ ഹെൽപ്പ് യു? അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടമ്പടിയിൽ വലിയ മാറ്റങ്ങൾ, കാര്യം ഉടമ്പടിയേക്കാൾ വലിയ കാര്യം ദൈവത്തിന് ചെയ്യാനില്ല. അപ്പോൾ ആ ഉടമ്പടി കറക്റ്റായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്, അഭിഷേകത്തോടെയാണ്, ആത്മാർത്ഥതയോടെയാണ്, വിശ്വസ്തയോടെയാണ്. നമ്മുടെ ജോഷുവ 24:14 അനുസരിച്ച് സത്യസന്ധതയുണ്ട്, വിശ്വസ്തതയുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒത്തിരി കാറിപ്പോയി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമില്ല. സത്യസന്ധയും വിശ്വസ്തതയും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം സത്യമായതുകൊണ്ട് അത് അതിനോട് ആൻസറബിളാണ് എന്നോട്.
അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒത്തിരി കാരക്കുവി ഇമോഷൻസ് ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ശാന്തമായിട്ട് ദൈവത്തിൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം, വിശ്വസ്തയോട് ചെയ്യണം, ആത്മാർത്ഥതയോട് ചെയ്യണം. അങ്ങനെ ചെയ്തു വരുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരാളാണെന്ന്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വാസം ജീവിക്കുന്ന പ്രാർത്ഥനാ വരമുള്ള ഒരു വ്യക്തിയായി എന്നെ വളർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. യേശുവേ, പ്രാർത്ഥന വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്ക് വിശ്വാസ വരം നൽകണമേ. പ്രാർത്ഥനാ വരം നൽകണമേ. യേശുവേ, തീവ്രവേദനയിൽ മുഴുകുമ്പോൾ പോലെ തീഷ്ണമായി പ്രാർത്ഥിക്കുവാനുള്ള വലിയ അഭിഷേകം നൽകണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലുക്ക 10:30 എഴുതേ. ലുക്ക 10:37. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ലൂക്ക ഹല്ലേലൂയ. 10:37. അവനോട് കരുണ കാണിച്ചവനെന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അതായത് കരുണ ഒരു വാല്യൂ ആണ്. ഇതിൻ്റെ ഉടമ്പടിയുടെ ഒരു വാല്യൂ ആണ് കരുണ. കരുണ എന്തിനു വേണ്ടിയുള്ളതാണ്? കാണിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? കരുണ ചുരുട്ടിക്കെട്ടി പെട്ടിടകത്ത് വെച്ച് അലമാരിയിട്ട് താക്കോലിട്ട് പൂട്ടാനുള്ളതല്ല, കരുണ കാണിക്കാനുള്ളതാണ്. കരുണ ഒരു വാല്യൂ ആണ്. ഈ കരുണ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഉടമ്പടിയോട് കൂടി നിങ്ങളുടെ വസ്ത്രങ്ങൾ പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം പങ്കുവെക്കുന്നു അല്ല പ്രശ്നം. നിങ്ങൾക്ക് കരുണ എന്ന കരുണ എന്ന് പറഞ്ഞാൽ എന്താ? മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള സഭയുടെ എല്ലാ ആൾക്കാരും കരുണയെക്കുറിച്ച് പറയും. കരുണ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? വാട്ട് ഈസ് ഇറ്റ്? കരുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന, സഹിക്കുന്ന സ്നേഹത്തിനാണ് ഈ കരുണയെന്ന് പറയണത്. അർഹതയില്ലാത്ത സ്ഥലത്ത് കൊടുക്കുന്ന, കൈമാറുന്ന സ്നേഹത്തിനാണ് കരുണയെന്ന് പറഞ്ഞ സ്നേഹം തന്നെയാണ്. പക്ഷേ ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രതിഫലത്തിന്? എന്താണ് അവകാശം? അപ്പം പ്രതിഫലത്തിന് അവകാശമില്ലാത്ത വ്യക്തികളുണ്ടാവും സമൂഹത്തിൽ. മനസ്സിലായില്ലേ? പ്രതിഫലത്തിന് അവകാശമില്ലാത്ത, നിങ്ങൾ കരുണ കാണിക്കാൻ യാതൊരു അർഹതയുമില്ലാത്ത വ്യക്തികളുണ്ടാവും. നിങ്ങൾ പറയാം, അവൻ ഞങ്ങളുടെ ഇപ്പം നിങ്ങൾ കുടുംബത്തിൽ തന്നെ വിചാരിച്ചോ, കുടുംബത്തിൽ തന്നെ ഇപ്പം നിങ്ങളുടെ അനിയൻ്റെ അവൾക്ക് പഠിക്കാൻ പൈസ ഇല്ല. അപ്പം നിങ്ങളെന്താ പറയണത്? ഞങ്ങൾക്ക് കിട്ടിയത് തന്നെ ഓഹരി തന്നെയാണ്, അവന് കിട്ടിയ ഓഹരി തന്നെ ഞങ്ങൾക്കും കിട്ടിയത്. അവൻ കുടിച്ച് തേച്ച് മുഴുകി കളഞ്ഞ്. അതിപ്പോൾ ഞങ്ങളെന്നാ ചെയ്യാനാ? മനസ്സിലായില്ലേ? ചേട്ടൻ അനുജന് തുല്യ പങ്കാളിത്തമാണ് കിട്ടിയിരിക്കണത്. അപ്പം മറ്റേ വെള്ളം അടിച്ച് വീശി കളഞ്ഞ് അതിൻ്റെ ഭവിഷ്യത്തായിട്ട് അനുഭവിക്കണം അവൻ്റെ മകളാണ്, അല്ലേ? അവളുടെ മകൾ 1-2 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ.
അപ്പോൾ അതേസമയം തന്നെ ഞങ്ങളെന്ത് ചെയ്യാനാണ്? ഞങ്ങൾക്കും കിട്ടിയ ഓഹരി തന്നെയാണ് അവർക്കും കിട്ടിയത്. അവർക്ക് കിട്ടിയത് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത്. അവൻ കുടിച്ച് തേച്ച് കഴിക്കഴിഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യാനാ? അവിടെ പ്രശ്നം. ഇവളെന്താ ഇങ്ങനെ പറയാൻ കാര്യം? അവളെങ്ങാനും സഹായിച്ചാൽ അവളും പഠിച്ച് ഇവളുടെ മകളെപ്പോലെയാകും. അതാകരുത്. അതിനാണ് ഈ ഉടായ്പ പറയണത്. ആൾ ഉടമ്പടി എടുത്ത് സിൽവർ ഗ്രേയായിട്ട് പറഞ്ഞൊരു കാര്യമില്ലേ? കയ്യിരിപ്പ് മോശമാണ്. പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയണത്? ഈ ചേട്ടത്തിയുടെ ചേട്ടൻ്റെ ഭാര്യ ഭർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് കോളേജിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ മാർക്ക് ലിസ്റ്റ് തിരിച്ച് കിട്ടാനോ പൈസ ഇല്ല കൊടുക്കാൻ. അപ്പോൾ അത് പൈസ ഇല്ല എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഇതൊക്കെ എന്ത് കാര്യം? ഞങ്ങൾക്ക് കിട്ടിയ അത്രയും കാശ് അവർക്ക് കിട്ടിയായിരുന്നു. അനിയെ കുടിച്ച് തേച്ച് കഴുകി കളഞ്ഞിട്ടാണ് അത് നശിപ്പിച്ചത്. അതിനിപ്പോൾ ഞങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രതിഫലത്തിന് അവകാശമില്ലാത്തതും സ്നേഹിക്കുന്നവരല്ലാത്ത ആൾക്കാരും ചിലപ്പോൾ അർഹതയില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അയൽവാസികളുണ്ടാവും, ബന്ധുക്കളുണ്ടാവും. അർഹതയില്ലാത്തവരെ നമ്മൾ സഹായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കൊടുക്കുന്ന, കൈമാറുന്ന, സഹിക്കുന്ന സ്നേഹമാണ് കരുണ. കരുണയെന്ന് പറഞ്ഞ സാധനം ഇല്ല. നമ്മളുടെ ബിബ്ലിക്കലി സ്പീക്കിംഗ് കരുണ, ലോകത്ത് കരുണയുണ്ട് സ്വാഭാവികമായി. ഇപ്പോൾ ഷിബി ഒക്കെ ഉള്ള രാജാക്കന്മാർക്ക് കരുണയുടെ പ്രതീകമായിട്ട് നമ്മുടെ ഭാരത മീമാംസകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് കരുണയാണ്. പക്ഷെ നമ്മളുടെ കരുണയങ്ങ അല്ല അത്. നമ്മളുടെ കരുണ ദൈവപിതാവ് അർഹതയില്ലാത്ത നമ്മളോട് ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് കാണിച്ചൊരു കരുണയുണ്ട്. ആ കരുണയോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ധനങ്ങളും സമയവും സമ്പത്തും കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു സമർപ്പണമുണ്ട് ദൈവനാമത്തിലുള്ള. അതിനാണ് കരുണയെന്ന് പറയണത്. അപ്പം ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അപ്പം നമ്മളുടെ കരുണയെന്ന് പറയണത് ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ. ആര്? ഈശോ നമ്മളുടെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിക്കപ്പെട്ടുകൊണ്ട് നമ്മളെ വീണ്ടെടുത്ത് വില കൊടുത്ത് നമ്മളെ വിലക്ക് വാങ്ങിയിട്ട് കാണിച്ചിട്ടുള്ളൊരു കരുണയുണ്ട്. അതുപോലെ നിങ്ങളും പരസ്പരം യോഗ്യത നോക്കാതെ എന്നെ പ്രതി കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ എന്നാണ് ചോദിക്കണത്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അതാണ്, കരുണ. അപ്പം ആ രീതിയിൽ കരുണ കാണിച്ച് വളർന്നു കഴിയുമ്പോൾ ദൈവത്തിന് എന്ത് സംഭവിക്കണത്? നമ്മളെ സത്യസന്ധരാണെന്ന് ദൈവത്തിന് തോന്നും, വിശുദ്ധരാണെന്ന് തോന്നും, ആത്മാർത്ഥമുള്ളവരാണെന്ന് തോന്നും. നിങ്ങളുടെ പല വർക്കുകളും അതെന്താ പ്രശ്നം? ഇപ്പം തന്നെ അതായത് ഉടമ്പടി ഒരു ചൊല്ലുന്ന അല്ലെങ്കിൽ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രവർത്തിച്ചെന്നുള്ള അഭ്യാസം കാണിക്കുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട്. അതാണ് ആ ഉടമ്പടി വർക്ക് ചെയ്യാത്തത്. ഉടമ്പടി നിങ്ങൾ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാൻ പറ്റും നേരത്തെ നീ ആളെ സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന്. അപ്പോൾ തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവം ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. എന്താണ്? അവർ സത്യസന്ധമായിട്ട് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ഇതിപ്പോൾ ഉടമ്പടി എടുത്തിട്ട് 1 പുതുക്കിയിട്ടും 2 പുതുക്കിയിട്ടും എന്തുകൊണ്ടാണ് ഒരു മൂവ്മെൻറ്റ് ദൈവഭാഗത്തുനിന്ന് ഇല്ലാത്തത്? നമ്മൾ അനങ്ങിയിട്ടില്ല. നമ്മളെപ്പോഴും ഇതിൻ്റെ ഫലം നോക്കിയിരിക്കുകയാണ്. ഓഫർ ലെറ്റർ വന്ന, വിസ വന്ന, പൈസ വന്ന, ബാങ്കുകാരൻ തിരിച്ച് വിളിച്ച് ലോൺ തരുമെന്ന് പറഞ്ഞായിരുന്നല്ല അച്ഛൻ. അത് ബാങ്കുകാരൻ്റെ ഫോൺ എടുക്കുമ്പോൾ ബാങ്കുകാരനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, എൻ്റെ പൊന്നുമകളെ നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യ്. നിന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങളെ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ സുവിശേഷ വേലക്കാരത്തിയായിട്ട് ദൈവസ്നേഹം നിറഞ്ഞ് കർത്താവിൻ്റെ സുവിശേഷ സാക്ഷിയായിട്ട് മാറ്. അപ്പം പിന്നെ അച്ഛൻ്റെ അവിടെ ആവശ്യമില്ല. അതോടുകൂടി കർത്താവ് നിൻ്റെ വിഷയം ഈ വിഷയമല്ല, വരാൻ പോകുന്ന എത്ര വിഷയങ്ങളാണ് ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോണത്. നിനക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും ദൈവം ചെയ്യും. ഇപ്പോൾ ഒരു ടീച്ചർ ദിവസം സാക്ഷ്യം പറഞ്ഞില്ല കൊച്ചിന്ന്. ടീച്ചർ പറഞ്ഞ എന്താണ്? എനിക്ക് എൻ്റെ ജോലി പോയി, പക്ഷേ കേരളത്തിൽ എനിക്ക് എൻ്റെ പ്രൊഫഷന് പറ്റിയ ശമ്പളം തരാനുള്ള കമ്പനി ഇല്ല.
പുറത്തോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല. അവർ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയമാണ്. അവരുടെ പ്രൊഫഷന്, കപ്പാസിറ്റി, ക്വാളിഫിക്കേഷന്, എക്സ്പീരിയൻസിന് പറ്റുന്ന ശമ്പളം തരാൻ പറ്റുന്ന കമ്പനി കേരളത്തിലില്ല. ശമ്പളവും കിട്ടത്തില്ല, പുറത്ത് പോകാൻ താല്പര്യമില്ല. പിന്നെ ഇവരെന്ത് ചെയ്യും? അവർ ഉടമ്പടി എടുത്ത്. അതാ സംഭവം. ഉടമ്പടി എടുത്തതിന് ശേഷം അവർ ആ ഉടമ്പടി വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അരുവി ചെയ്തിട്ട് അവർ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ അവർക്ക് ലഭിക്കാമെന്ന ശമ്പളം എഴുതി കാണിക്കും കർത്താവ്. നിങ്ങളെ സാക്ഷ്യം ഒന്ന് നോക്കിയേ, കണ്ടില്ലേ, കേട്ടായിരുന്നോ? അപ്പം നമ്മൾ ഞെട്ടിപ്പോകും ശരിക്കും പറഞ്ഞാൽ. അതായത് അവർക്ക് കേരളത്തിൽ അവർക്ക് ശമ്പളം കിട്ടത്തില്ലെന്നാണ് അവരിപ്പോൾ ധരിച്ചിരിക്കുന്നത്. അത്രയും പ്രൊഫഷന് പറ്റുന്നൊരു ശമ്പളം തരുന്ന കമ്പനി കേരളത്തിലില്ല. അവർക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല. പക്ഷേ അവർ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ കുർബാന ചെയ്യുന്ന സമയത്ത് കർത്താവ് അന്തരീക്ഷത്തിൽ എഴുതി കാണിക്കും, ഈ ശമ്പളം നിനക്ക് കിട്ടുമെന്ന് പറയും. പിന്നെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് കമ്പനി കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂവിൽ അതിനുശേഷം അവരുടെ HR വിളിച്ച് കഴിയുമ്പോൾ ശമ്പളം പറയുമ്പോഴാണ് ഇവർ കണ്ണ് നിറഞ്ഞു പോണത്. കർത്താവ് കുർബാനയുടെ സമയത്ത് പറഞ്ഞ ശമ്പളമാണ് തരണത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയും ഇടിവെട്ടായിട്ടുള്ള ഷാർപ്പ് ഷൂട്ടായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രൂപം നമ്മുടെ ലോകത്തിലുണ്ടാകത്തില്ല. ഞാനിപ്പോൾ നിങ്ങളെ ശാസിക്കുന്നത് മറ്റേ കാനംകാരി ചേടത്തിയെ പോലെ കരയാൻ മാത്രം അറിഞ്ഞിട്ട് അഭ്യാസം കാണിച്ചിട്ട് കണ്ണീര് കൊണ്ട് കർത്താവിനെ പറ്റിക്കാതെ നടക്കത്തില്ല എന്നായി പറയണത്. മര്യാദക്ക് അതിൻ്റെ അരൂപി മനസ്സിലാക്കിയിട്ട് കരുണയും സ്നേഹവും കൊണ്ട് ആത്മാർത്ഥവും സത്യസന്ധവുമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നൊരു സമൂഹത്തിൻ്റെ ഭാഗമായി ഉടമ്പടി നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സാഗരമേ ശോകക്കൊടുമ്പേ സാഗരമേ ശോകക്കൊടുമ്പയിലേറിടുമ്പോ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്താം. കൃപയരുന്ന അളവന്യെ പകർന്നിടുക ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂമിയിലെ യാത്രയതിൽ ദൈവകൃപയരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയ്ക്ക് കർത്താവ് അനേകം മക്കളെ സുഖപ്പെടുത്തുകയും തൻ്റെ തിരുമുറിവാർന്ന വലതുകരത്താൽ ആശീർവദിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഏകാഗ്രതയുടെ മനസ്സ് കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ഏകാഗ്രതയുടെ മനസ്സ് ദൈവത്തെ അർപ്പിക്കുക. അഭിഷേകം ലഭിക്കുന്ന ഒരു ഗാനം പാടിക്കൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് വരാം.
ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്നെ കണ്ടുകൊണ്ട് ദൈവസ്തുതി ചെയ്യുവാൻ കൂടെ അപ്പമായി തീർന്നവരേ, എന്നുമെന്നും കൂടെ അപ്പമായി തീർന്നവരേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാടാം മാലാഖമാർ. കൈകൾ വീശി ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാർ, ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാർക്കൊപ്പം, ജീവന്റെ തിരുഭോജ്യമേ. യേശുവേ, ആരാധന, 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 ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. എല്ലാ വചന വെളിപാടുകൾക്കും നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങൾക്ക് വിശ്വാസ സ്ഥിരത നൽകണമേ. പ്രാർത്ഥന വരം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ മുന്നേറുവാൻ ഈ ആരാധനയോടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ. കർത്താവായ യേശുമിശിഹായേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 3 ലക്ഷത്തോളം മനുഷ്യരാണ് ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും കൂടുന്നത്. എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള മനുഷ്യർ, എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമുള്ള മനുഷ്യർ കർത്താവ് ഉടമ്പടി എടുത്തു പോയവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ വലിയ കാരുണ്യം ചൊരിയട്ടെ, കർത്താവിൻ്റെ വലിയ ശക്തി ഒഴുകട്ടെ, കർത്താവിൻ്റെ വലിയ സ്നേഹം ഒഴുകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഷക്കീനാട്ടിൽ വിഷ്ണുവിലൂടെയും ഷാലോട്ടിൽ വിഷ്ണുവിലൂടെയും വാസന യൂട്യൂബ് ചാനലിലൂടെയും സാക്ഷിയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നീ സ്പർശിക്കണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. ആരാധന പാടാം മാലാഖമാർക്കൊപ്പം, ജീവന്റെ തിരുഭോജ്യമേ. സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ആണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. അത് ഗലാത്യർ 5:22 സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം.
ദയയാണ് നിൻ്റെ കരുണയുടെ ഭാഗത്ത് നിൽക്കുന്നത്. കരുണ എന്ന് പറയുന്നത് എല്ലാ വേദനപ്പെടുന്നവരിലും വിഷമസന്ധിയിലുള്ളവരിലും നിൻ്റെ രക്ഷകനായ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവിടുത്തോടുള്ള സ്നേഹത്താൽ നീ സമർപ്പിതയാകുന്നതും സമർപ്പണത്തിലൂടെ നീ സുവിശേഷത്തിൻ്റെ നിലവാരമുള്ള സാക്ഷിയായി മാറി ദൈവ പൈതലിൻ്റെ സ്ഥാനത്തേക്ക് നീ എടുക്കപ്പെടുന്നതാണ്. കർത്താവേ, അതുപോലുള്ള കൃപയിലേക്ക് അങ്ങയുടെ മക്കളെ നീ ഉയർത്തണമേ, വളർത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടം. മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടി വച്ചിരിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. ആ മേഖലയെല്ലാം ദൈവത്തിൻ്റെ കരുണയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് പ്രതീക്ഷിക്കുന്നതും യാചിക്കുന്നതും. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളോട് നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നീ കരുണ തോന്നാൻ വേണ്ടി ഞങ്ങളുടെ നിബന്ധനകളോട് കർത്താവേ, ഉടമ്പടിയുടെ കരുണയിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മികമായ അഭിഷേകം ഞങ്ങളെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ ദിവസവും ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും, ഓരോ ദിവസങ്ങളും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വിഷയങ്ങൾ എല്ലായിടത്തും ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകമായ അഭിഷേകം നൽകിക്കൊണ്ട് ഞങ്ങളെ കൃപയിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വരം കൊണ്ട്, അതുപോലെ വിശ്വാസ വരം കൊണ്ട് ഞങ്ങൾക്ക് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളായി ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന പാടാം. മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ ആരാധന പാടാം. മാലാഖമാർക്കും ജീവന്റെ തിരുഭോജ്യമേ. കാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, തിരുവത്താഴ മേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. മക്കളെ, കൈകൾ കൂപ്പിക്കൊണ്ട് സ്തുതിക്കട്ടെ. മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവെ, മക്കളുടെ കരുണ തോന്നി ഇവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും അന്യദേശങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും കർത്താവെ, ഇപ്പോഴേ ദേവാലയത്തിൽ കർത്താവെ നിന്റെ ജീവനോടെ നീ ജ്വലിച്ചു നിൽക്കുന്ന ദൈവികമായ അഭിഷേകത്തിൻ്റെ ഈ വലിയ നിമിഷങ്ങളിൽ കർത്താവെ, നിന്റെ കരുതരണങ്ങളാണ് ഇപ്പോഴതിൻ്റെ അത്ഭുതകരങ്ങളെ മക്കളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികൾ, പീഡിതർ, കർത്താവ് ആന്തരിക അവയവങ്ങളിലെ രോഗമുള്ളവർ, കർത്താവ് ചർമ്മങ്ങളിൽ അലർജി ഉള്ളവർ, മുടി കൊഴിഞ്ഞു പോകുന്നവർ, കർത്താവ് കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവർ, കിഡ്നി രോഗികൾ, കരൾ രോഗികൾ, വിസർപ്പ രോഗികൾ, കർത്താവ് വിശിസ്തുള്ളവർ, കർത്താവ് മക്കളെ ഇല്ലാത്തവർ, കർത്താവ് ഗർഭാശയത്തിലും അന്നനാളത്തിലും എല്ലാം കർത്താവ് ശിഷ്ടമുള്ളവർ, കർത്താവ് ബ്ലീഡിംഗ് ഉള്ളവർ, കർത്താവ് മൂത്രാശയത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, പലതരത്തിലുള്ള കർത്താവ് ആന്തരിക അവയവങ്ങളെ സ്രാവങ്ങളുള്ളവർ, കർത്താവിൻ്റെ കരുണ ചൊരിയുടെ കർത്താവ് അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവ് സഭയിലുള്ളതിൻ്റെ സാന്നിധ്യം പ്രകടമാകണം പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യം മഹത്വപ്പെടുന്ന അടിപ്പടം പോലെ വൈദ്യാഖാലം പോലെ ദൈവികമായ ശക്തി കർത്താവ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ മക്കളുടെ മേൽ കർത്താവ് ആവശ്യിക്കുന്ന
കർത്താവ്, എല്ലാ കോശങ്ങളിലും എല്ലാ പേശികളിലും എല്ലാ നാഡീതന്തുക്കളിലും ഞരമ്പുകളിലും കർത്താവ്, ഹൃദയ ധമനികൾ, ഹൃദയ ഭിത്തികൾ, ഹൃദയ കോശങ്ങൾ കർത്താവ്, ഹൃദയത്തിൻ്റെ അസ്വസ്ഥ, കരളിൻ്റെ അസ്വസ്ഥങ്ങൾ, കിഡ്നിയുടെ അസ്വസ്ഥങ്ങൾ കർത്താവ്, എല്ലാവിധ ആന്തരിക അവയവങ്ങൾ കർത്താവ്, ഘരണീയ രോഗങ്ങൾ, PCOD രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ കർത്താവ്, പാരസിസ് രോഗങ്ങൾ കർത്താവ്, എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ, ബ്രെയിൻ ട്യൂമറുള്ളവർ, ട്യൂമറിൻ്റെ അസുഖങ്ങൾ, മറ്റിടങ്ങളിൽ ശാരീരികമായ ഇടങ്ങളിലുള്ളവരുടെ സിസ്റ്റമുള്ളവർ കർത്താവ്, എപ്പിലെപ്സി രോഗികൾ കർത്താവ്, കർത്താവ്, പലതരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന മക്കൾ കർത്താവ്, അങ്ങയുടെ തിരുസന്നിധി ഉച്ച മുതൽ കർത്താവ്, ഉള്ളംകാല് വരെ കർത്താവ്, എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം, പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. മരുന്നോ ലേപനമല്ല കർത്താവ്, പക്ഷാവൃത്തോടെ മരുന്നോ ലേപനമല്ല കർത്താവ്, മരുന്നോ ലേപനമല്ല കർത്താവ്. അങ്ങയുടെ വചനമാണ് മക്കളെ സുഖപ്പെടുന്ന ജീവിതത്തിലെ ദുരിതങ്ങൾ, ജീവിതത്തിലെ തടസ്സങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, വിസ ഒത്തുവരാത്ത അവസ്ഥകൾ കർത്താവ്, പരീക്ഷയ്ക്ക് കർത്താവ്, പഠന റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ കർത്താവ്, ഇൻ്റർവ്യൂ ടെസ്റ്റിന് വേണ്ടി കർത്താവ് അഭിമുഖീകരിക്കുന്ന കർത്താവ്, ജോലിക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർ കർത്താവ്, വിദേശത്ത് പോയിട്ട് കർത്താവ് ജോലി കിട്ടാതെ അറിയുന്നവർ കർത്താവ്, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്ന കർത്താവ്, എല്ലാ തരത്തിൽ കർത്താവ്, മക്കളില്ലാത്തവർ കർത്താവ്, ഉള്ള മക്കൾ കർത്താവ്, ചാപിള്ളയായി പല പ്രാവശ്യം ഗർഭവർഷമായി പോയിട്ടുള്ള മക്കൾ, നടുവേദനക്കാർ കർത്താവ്, ശ്വാസകോശ സ്പോണ്ടിലോസിൻ്റെ അസുഖമുള്ളൊരു കർത്താവ്, എല്ലാം കർത്താവ് വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവ്, ഉള്ളംകാല് വരെ മാരക രോഗങ്ങൾ, തീരാവേദികൾ, സർവ്വ രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, അടിപ്പിടർ പോലെ വൈദാഖാലം പോലെ ദൈവിക ശക്തി വെക്കട്ടെ, ദൈവീയ ശക്തിയുടെ അടിപ്പിടർ പോലെ വൈദാഖാലം പോലെ ദൈവികമായ ശക്തി വെക്കട്ടെ. ഈശോ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം എല്ലാ രോഗങ്ങളും ഈശോ നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ. നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, വിവാഹത്തിൽ മാനസികമായിട്ട് പൊരുത്തക്കുറവുണ്ടായിട്ട് അകന്നു പോകാൻ പോകുന്നവർ, വിവാഹത്തിൻ്റെ കേസിലകപ്പെട്ടിരിക്കുന്നവർ, സാമ്പത്തിക തകർച്ച മൂലം കുടുംബത്തിൻ്റെ സമാധാനം അനുഭവിക്കാതെ കുടുംബമായിട്ടിങ്ങനെ കഴിഞ്ഞു കൂടുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബജീവിതത്തിൻ്റെ യാതൊരു ചൈതന്യവും ഇല്ലാത്ത രീതിയിൽ പലതരത്തിൽ നിരാലംബരായി പോയിരിക്കുന്ന മക്കളുടെ ദുർനടപ്പുകൾ, തെറ്റായ ബന്ധങ്ങൾ, അവരുടെ പഠനങ്ങൾക്കുണ്ടാകുന്ന തകർച്ചകൾ, അന്യദേശങ്ങളിൽ പോയിട്ട് ഇപ്പോഴും പണം അങ്ങോട്ട് അയച്ചു കൊടുത്ത് കുടുംബം കടമായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഭവനരഹിതരെ, ഒരു മാർഗവും കൺമുമ്പിൽ തെളിഞ്ഞു വരാത്തവർ, കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനപ്പെട്ട് ജീവിക്കുന്നവരെ പരിശുദ്ധ അമ്മ ദേവമാതാവിന് കൃപാസനം അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവെ വന്ന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി കർത്താവെ ഓരോ മകനെയും മകളെയും ഇവിടെ ഉള്ളവരെയും അകലങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെയും കർത്താവിൻ്റെ തിരുമുർ വാർന്ന വലതുകരത്താൽ അടിപ്പിണർ പോലെ കർത്താവെ ആശീർവദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ കരുണ, കർത്താവ് ദൈവത്തിൻ്റെ കരുണ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ദൈവികമായ ശക്തി ഒഴുകുകയും എല്ലാ വിവിധ പ്രാരാബ്ധങ്ങളിൽ നിന്നും എല്ലാ മനസ്സിൻ്റെ
തളർവാദങ്ങൾ, അതുപോലെ തന്നെ മനസ്സിൻ്റെ തളർവാദങ്ങൾ, കർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുഴഞ്ഞു പോയ മനസ്സ്, തളർന്നു പോയ തകർന്നു പോയ മനസ്സ്, ശരീരവും തളർന്നിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ആരും സഹായിക്കാൻ എല്ലാവരും ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്തവർ, ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയവരെല്ലാം ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, ചൊരിയട്ടെ, ശ്രുതിക്കട്ടെ. മഹത്വം മഹത്വം എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. മുട്ടേലിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവർ മൗനമായി പ്രാർത്ഥിക്കുക. ഈ ആഴ്ചയിലും ഈ മാസത്തിലും അത് നടക്കേണ്ട വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഫലപ്രദമായ ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഉടമ്പടി അല്പം ചൈതന്യം കുറഞ്ഞു പോയവർ ഇരട്ടി ചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അഭിഷേക സ്ഥാനത്ത് വന്നിട്ട് ഉടമ്പെടുക്കാൻ ആരോഗ്യമുണ്ടായിട്ടും പിശാചിലെ ആൾക്കാർ തട്ടിച്ചുകൊണ്ട് പോകും. ഇന്നെടുക്കണ്ട, നാളെ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുപോകും. അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ ഇരിക്കുന്നവരും ടെസ്റ്റിലിരിക്കുന്നവരെ ഇന്ന് തന്നെ എടുത്തുകൊണ്ട് പോകണമെന്ന് അച്ഛൻ്റെ അഭിപ്രായം. ബാക്കിയുള്ള കാര്യം ദൈവം നോക്കിക്കോളും. സാത്താൻ്റെ തട്ടിപ്പിൽ വീണ് പോകരുത്. സമാപന ആശീർവാദമാണ്. എന്തെങ്കിലും വ്യക്തിപരമായ വിഷയങ്ങളുള്ളവർ ഇപ്പോഴും കണ്ണീരോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മൗനമായി ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വചന വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥന വരമെന്ന വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ വരം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ദൈവത്തിരുസന്നിധിയിൽ ആസ്തി വർദ്ധിപ്പിച്ചെടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ